അതിശ്രേഷ്ഠമായ സമയം നിന്റെ പരിശുദ്ധമായ പള്ളി ഇഅ്തികാഫിന്റെ മുഖ്യത്തിൽ വുദൂഓടുകൂടെ ഈ പരിശുദ്ധ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പലരും സ്ത്രീകളിലും പുരുഷന്മാരിലും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ വർഷം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും കുടുംബ ജീവിതത്തിലെ റാഹത്തിന്റെയും വർഷമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ പഠനം അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചാണ്. ഗുഹാവാസികളിൽ നിന്നാണ് പൊതുവെ അസ്ഹാബുൽ കഹ്ഫ് അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശരിയായ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഭൂമി ഒരു കാവലായി ഏതെല്ലാം വിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായാലും അല്ലാഹുവിന്റെ ഒരു കാവൽ അത് വിശ്വാസികൾക്ക് അസന്നിഗ്ധ ഘട്ടത്തിൽ ബോധ്യപ്പെടുത്തി. രണ്ടാള് തമ്മിലുള്ള വിശ്വാസം അവരെ കൂട്ടി യോജിക്കും. രണ്ടാള് തമ്മിലുള്ള വിശ്വാസ ലംഘനം അത് 200 ലംഘിക്കും. ഇതൊരു അടിസ്ഥാന ആശയം. രണ്ട് കൂറ് കച്ചവടക്കാർ അവർ തമ്മിലുള്ള വിശ്വാസം അത് അവരെ ഒന്നാക്കി തീർക്കും. രണ്ടാളാണ് പക്ഷേ ഒരു മനസ്സായി മാറും. രണ്ട് കുടുംബത്തിലെ ഒരാണും പെണ്ണും അവർ തമ്മിൽ വിവാഹിതരായാൽ അവരെ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സ് ആയി മാറും. അങ്ങനെ ഏതിലും ഉള്ള രണ്ടെണ്ണം മനസ്സും വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അവർ ഒന്നായി. അതേ സമയത്ത് ആരെങ്കിലും ഒരാൾ വിശ്വാസ ലംഘനം കാണിച്ചാൽ അത് ഭിന്നിച്ച് രണ്ടാള് 200 ആളായി മാറും. ഇവിടെയാണ് അടിമയും ഉടമയും തമ്മിലുള്ള വിശ്വാസത്തെ കാണേണ്ടത്. നാം വിശ്വസിക്കുന്ന റബ്ബ് എന്നാണ് നമ്മൾ പറയുന്നത്. റബ്ബ് എന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തരുന്നവൻ, അതാണ് റബ്ബ്. അപ്പൊ നമ്മളും റബ്ബും തമ്മിലുള്ള വിശ്വാസമാണോ? ആ വിശ്വാസം മൂർജിച്ച് വലുതായി റബ്ബും നമ്മളും ഒന്ന്. റബ്ബിന് പൊരുത്തമില്ലാത്തത് നമ്മൾ ചെയ്യില്ല. അപ്പൊ നമുക്ക് പൊരുത്തമില്ലാത്തത് റബ്ബ് ചെയ്യില്ല. അതാണ് രണ്ടും തമ്മിൽ ഒന്നായി. വിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തിൽ അല്ലാഹുവുമായി വിശ്വാസത്തിൽ ലംഘനം സംഭവിക്കാതെ അല്ലാഹുവിനോട് അടുത്ത് അപ്പൊ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു തന്നെ സാധിപ്പിച്ചു കൊടുക്കാം. അത്രയും വിശ്വാസമാണ് വിശ്വാസി എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തന്നെ വിശ്വാസികളോട് യാ അയ്യുഹല്ലദീന ആമിനു, വിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ദൃഢപൂർവമാക്കി. വിശ്വാസം ഈമാൻ എന്ന് പറയുന്നതിന്റെ ഒരു ടോപ്പ് പദവിയാണ് യഖീൻ.
ഈമാൻ എന്ന് പറയുന്നത് ഒരു യഖീനിലേക്ക് ഉയരണം. അതെപ്പോഴാണ്? സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല ഭാഗത്താണ്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അള്ളാഹിനെ പറ്റി നല്ല അഭിപ്രായം അല്ലെ. നമ്മളൊരു പ്രതിസന്ധി കുടുങ്ങി, നമ്മളൊരു അസന്നിഗ്ധ ഘട്ടത്തിലെത്തി, നമ്മളൊരു പരീക്ഷണത്തിന്റെ മുഖത്തായി, അപ്പൊ നമുക്ക് അള്ളാഹിനെ പറ്റി എങ്ങനെയുണ്ട്? എന്താ വിചാരം? എന്നെ ഇങ്ങനെ ചെയ്തല്ലോ അല്ലെ, ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചു നോമ്പ് വയ്ക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പടച്ചോനെ ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് അള്ളാഹിനെ പറ്റി ഏത് പേരാണ്? നമുക്ക് പടച്ചോനെ പറ്റി ഒരു എന്താ പറയാ, ഒരു മോശമായ വിചാരമില്ല. അതേ സമയത്ത് വിശ്വാസിക്കാതെ വരില്ല. വിശ്വാസിയാകുമോ? ഇത്രയല്ലേ ഉള്ളൂ. ഇതിലും വലിയത് എത്ര ആൾക്കുണ്ട്? അത്രയല്ലേ ഉള്ളൂ. അതിനേക്കാൾ വലുത് എത്ര ഉണ്ട്? ഇന്റെ റബ്ബ് എനിക്ക് എന്തെല്ലാം സഹായം ചെയ്തു അല്ലേ. നമുക്ക് ചെറിയൊരു വീഴ്ച പറ്റുമ്പോൾ നമ്മൾ അതിമ മാത്രം നിൽക്കണം. അതിന്റെ മുമ്പ് നമുക്ക് 90 കിട്ടിയതും 1 കിട്ടിയപ്പോൾ നമ്മൾ വിട്ടുപോയി അല്ലേ. ഇപ്പൊ നമ്മളൊരാൾക്ക് 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, മോനിക്ക് 95 കൊടുത്തു. എത്രയേ കമ്മിയുള്ളൂ? 5 കമ്മിയുള്ളൂ. നാട്ടിലൊക്കെ അറിയപ്പെടെ ഏതാണ്? 5 കമ്മി ആയതോ അറിയാം, 100 കൊടുത്തതോ അറിയാം. നമ്മളൊന്ന് നേര് പറഞ്ഞ ഏതാറിയാം? 5 കമ്മിയായി അല്ലേ. 100 തരാന്ന് പറഞ്ഞിട്ട് 100 നമ്മളപ്പോ പറയും അല്ലേ. എത്ര തരാതെ പറഞ്ഞിരുന്നത്? 100. എത്ര കിട്ടിയിരിക്കണേ? 95 കിട്ടിയിരിക്കണേ. ഇവന്റെ പറച്ചിൽ കേട്ടാൽ എന്താ വിചാരിക്കുക? 5 കിട്ടിയിട്ടുള്ളൂ. ഇവന്റെ സംസാരം കേട്ടാൽ എന്താ തോന്നുക? 5 കിട്ടിയിട്ടുള്ളൂ. വിശ്വാസത്തിന്റെ ലംഘനമാണ്. കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ 95 കൊടുത്തിട്ടും ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട്. 5ന്റെ കുറവല്ലേ എടുത്ത് പറഞ്ഞതുള്ളൂ അല്ലേ. അപ്പൊ നമ്മളൊരു മനസ്സും തമ്മിൽ ഒന്നാണ്. അള്ളാഹുവും നമ്മളും. വിശ്വാസം അള്ളാഹുവിലേക്ക് വർദ്ധിച്ച് വിശ്വാസി അടുത്ത് അപ്പൊ അള്ളാഹു തആല അവന്റെ എല്ലാ കാര്യവും. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിൽ പ്രധാനം വിശ്വാസികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ആ സംരക്ഷണം. അത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. എന്താണ്? രാജാവ് അക്രമി, അനുയായികൾ മുഴുവൻ രാജാവിന്റെ അടുത്തന്നെ, പട്ടാളം രാജാവിന്റെ അടുത്താണ്, ആയുധബലം രാജാവിന്റെ അടുത്താണ്, മറ്റൊക്കെ രാജാവിന്റെ അടുത്താണ്. രാജാവിന്റെ വിശ്വാസം ആർക്കാണോ ഉള്ളത് അവർക്കാണ് സംരക്ഷണം. രാജാവിന്റെ വിശ്വാസത്തിന് എതിർ നിൽക്കുന്നവരാരാണോ അവരെ ആക്രമിക്കണം. ഇവിടെയാണ് ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. 6, 7, 8 ഒക്കെ വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലേ, അവരായിട്ട് അവിടെയാണ് ഏറ്റുമുട്ടൽ വരുന്നത്. അവിടെയാണ് വിശ്വാസികളുടെ ഒരു ഹൃദയം. ആ ഖുർആൻ ആ സംഭവം തങ്ങളോട് പറയാം. എന്താ ഖുർആന്റെ തുടക്കം? ആ ആയത്തിൽ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അൽ-കഹ്ഫ് സൂറത്തിന്റെ 13ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയാം, അൽ-കഹ്ഫിനെ സംബന്ധിച്ചും അവരുടെ ചരിത്രങ്ങളെ സംബന്ധിച്ചും ലോകത്ത് പ്രചരിപ്പിക്കുന്ന പല സംഗതികളും അക്കാലത്ത് തന്നെ ഉണ്ട്. എന്നാൽ അല്ലാഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്ന യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ സംഭവം എന്ന് നബിയെ തങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരുന്നു. അല്ലാഹു തആല ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അത് ശരിയായ രൂപത്തിൽ അല്ലാഹു നബിയെ തങ്ങൾക്ക് നാം വിശദമായി മനസ്സിലാക്കുന്നത് സത്യസന്ധമായ രൂപത്തിൽ. ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം.
അല്ലാഹുവിൽ വിശ്വാസം അചഞ്ചലമായി ഉറപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. അതാണ് അസ്ഹാബുൽ. അങ്ങനെ അവർ വിശ്വാസം ഉറപ്പിച്ചപ്പോഴോ അവരെ വിശ്വാസത്തെ നാം വർദ്ധിപ്പിച്ചു, അവരെ ഈമാനെ നാം കടുകട്ടിയാക്കി കൊടുത്തു. പ്രതിസന്ധിയിൽ അവർ പിടിച്ചു നിന്നപ്പോ അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു. അതാണ് അസ്ഹാബുൽ സംഭവം. ഖുർആൻ തങ്ങളോട് പറയാം, അവരുടെ ചരിത്രം എന്താണെന്ന് നബിയെ തങ്ങൾക്ക് നാം വിശദീകരിച്ച് സത്യസന്ധമായ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. ഇവിടെ യുവശക്തി അല്ലാഹു തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. യുവശക്തിയെ എപ്പോഴും നമ്മൾ കൂടെ നിർത്തണം. ഏതൊന്നിന്റെയും ഒരു കുടുംബത്തിന്റെ വാപ്പയും ഉമ്മയും ഇപ്പൊ നമ്മളെ അല്ലാഹു തആല എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തിരിച്ചു കിട്ടുന്ന രീതിയാണ്. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തത് നമുക്ക് എന്താ തിരിച്ചു കിട്ടും. അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് കുറവുണ്ടോ? തിരിച്ചു കൊടുത്തുണ്ടാവും. ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ നമ്മളെ അല്ലാഹു തആല നമുക്കൊരു മക്കളുണ്ടാവും. ആ കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു നിശ്ചിത പ്രായത്തിൽ കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ പാപ്പ കൈ പിടിച്ച് നടത്തി, ഉമ്മ കുട്ടിയെ കൈ പിടിച്ച് നടത്തി. അപ്പൊ കുട്ടിക്ക് നടക്കാൻ കഴിയും. അപ്പൊ കുട്ടിയെ കൈ പിടിച്ച് നടത്തുന്ന ഒന്ന് ഉമ്മ, ഒന്ന് പാപ്പ. അത് ആ സമയത്ത് നടത്തി കൊടുക്കണം. അങ്ങനെ കുറെ സമയം ഒരു കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു. അപ്പൊ നമ്മൾ താങ്ങുവാണ്, അല്ലെ? കുട്ടി നടക്കാൻ തുടങ്ങി, അപ്പൊ നമ്മൾ കാവലുമാണ്. കുട്ടി ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ. അപ്പൊ ആ സമയത്തൊക്കെ വാപ്പ ഒരു വിരലിങ്ങനെ കൊടുത്തിട്ട്, വാപ്പ ഇങ്ങനെ കൈ കൊടുത്തിട്ട് കുട്ടികളെ കൈ പിടിച്ചിട്ട് ഉമ്മയും വാപ്പയും കുട്ടിയെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് നടത്തി ഇങ്ങോട്ട് നടത്തി. അപ്പോഴൊക്കെ ആ കുട്ടിക്ക് കുട്ടികളെ ഹൃദയത്തിൽ എന്നെ നടത്തം പഠിപ്പിച്ച വാപ്പ, എന്നെ നടക്കാൻ സഹായിച്ച ഉമ്മ, അത് ആ പ്രായത്തിൽ വാപ്പ കൈ പിടിച്ചുകൊണ്ട് കുട്ടിയെ കൊണ്ട് മദ്രസയിലേക്ക്, വാപ്പ കുട്ടികളെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക്. ഇതൊക്കെ ഒരു നിശ്ചിത സമയത്ത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം. അപ്പൊ കുട്ടിയുടെ ഹൃദയം ആ മാതാപിതാക്കളിൽ ലയിച്ചു നിൽക്കും. എങ്കിൽ കാലം കുറച്ച് കഴിഞ്ഞു, വാപ്പാക്ക് ഒരു കൈ പിടിക്കാതെ നടക്കാൻ പറ്റാതെ. അപ്പൊ വാപ്പാനെ ഒന്ന് കൈ പിടിക്കാൻ ആര് വരും? മകൻ വരും. എന്തുകൊണ്ട്? മകന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചൊരു സംഗതിയുണ്ട്. ഞാൻ നടത്തം പഠിക്കുന്ന കാലത്ത് എന്നെ കൈ പിടിച്ച് നടന്നത്, വാപ്പ എന്റെ ചെറുപ്പത്തിൽ എന്നെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോയത്, വാപ്പ എന്റെ ചെറുപ്പത്തിൽ കൈ പിടിച്ചിട്ട് ആ പെരുന്നാൾ പള്ളിയൊക്കെ പോയത്, അതൊക്കെ മോന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അത് ഒരു സമയത്ത് കിട്ടേണ്ടത് കുട്ടിക്ക് കിട്ടിയില്ലേ, തിരിച്ചു കൊടുക്കേണ്ട ഇടത്തേക്ക് പോകുന്നു. പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള മാതാപിതാക്കൾ, വല്യപ്പാര് വല്യമാര്, ഇവർക്ക് ആകെയുള്ള ഡ്യൂട്ടി കുട്ടികളെ കളിപ്പിക്കാൻ, അല്ലേ? കുട്ടികളെ കളിപ്പിക്കാൻ. അല്ല, കുട്ടികളെ കൂടെ അങ്ങോട്ട്, കുട്ടിയെ എടുക്കേണ്ട അടുത്ത് എടുത്ത്, കുട്ടിയെ നടത്തേണ്ട അടുത്ത് നടത്തി, കുട്ടിയെ ഓടിക്കേണ്ട അടുത്ത് ഓടിച്ച്, കുട്ടിയുടെ വാപ്പക്കും കുട്ടിയുടെ കൂടെ വാപ്പയും ഓടി, കുട്ടിയുടെ കൂടെ അങ്ങനെ കുട്ടിയും മാതാപിതാക്കളും കുട്ടികളും, മാതാപിതാക്കളും കുട്ടികളും. ഇന്ന് നമ്മുടെയൊക്കെ തൊഴിലും അന്വേഷണ രീതിയും ഒക്കെ ഒറ്റേറെ മാറ്റം വന്നു, അല്ലേ? വാപ്പ കുട്ടിനെ കാണുന്നതിന് 6-ാമത്തെ വയസ്സിൽ, അല്ലേ? ഭാര്യ ഗർഭിണിയായ അന്ന് പോയതാണ് ആര്? വാപ്പ. പിന്നെ അതിന് ഇടക്കെന്തായി? 2 കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് വന്നു. 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുട്ടിത്തിന് വാപ്പയാണെന്നൊന്നും അറിയില്ല. ഒരാൾ വന്നിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ വാപ്പ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നെ വന്നത് എപ്പോഴാണ്? പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടിക്ക് താങ്ങാവേണ്ട സമയം, നടക്കേണ്ട സമയം, എഴുന്നേൽപ്പിക്കേണ്ട സമയം, പിടിക്കേണ്ട സമയം, എല്ലാ സമയങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ 5-ാമത്തെ വയസ്സിലാണ് പിന്നെ വാപ്പ വരുന്നത്, അല്ലേ? വാപ്പ വന്നപ്പോഴൊക്കെ, വാപ്പ വന്നപ്പോ വാപ്പക്ക് അവിടെ പോകാണ്ട്, ഇവിടെ പോകാണ്ട്, അന്ന് പോകാണ്ട്, ഇങ്ങ് പോകാണ്ട്, അവരൊക്കെ പോയി. പക്ഷെ കുട്ടിയുടെ കൈ പിടിച്ചത് നടന്നോ? കുട്ടിയുടെ കൈ പിടിച്ചത് നടന്നോ? അതുകൊണ്ട് വാപ്പാക്ക് ഇപ്പൊ ഒരു വഴി കുത്തേണ്ട സമയമായപ്പോൾ വാപ്പാന്റെ കൈ പിടിക്കാൻ കുട്ടിനെ കിട്ടണില്ല. കാരണം കുട്ടിയുടെ മനസ്സിൽ ഏത് ഓർമ്മയില്ല. കുട്ടിക്കൊരു താങ്ങായി.
കുട്ടിക്കൊരു തണലായി, കുട്ടിക്കൊരു തുണയായി, കുട്ടിക്കൊരു സംരക്ഷണമായി വാപ്പ നിന്നത് ഓർത്തെടുക്കാൻ കുട്ടിയുടെ ബോധ മനസ്സിലില്ല. ഇതാണ് കാരണത്തിന്റെ വിഷയം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതാ അങ്ങോട്ട് ചെറുപ്പ കൊടുത്തിട്ടുണ്ടോ, ഇങ്ങോട്ട് ചെറുപ്പ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കുന്ന നേരത്തെ വീഴ്ച പറ്റിയോ, തിരിച്ചിങ്ങോട്ട്. ഇത് തന്നെയാണ് വിശ്വാസി ആലോചിക്കേണ്ടത്. അല്ലാഹു തആലയോട് നല്ല വിശ്വാസം. എന്റെ റബ്ബെന്നെ കൈയൊഴിക്കൂല, എന്റെ റബ്ബെന്നെ ഉപേക്ഷിക്കൂല, എന്റെ റബ്ബെന്നെ വഷളാക്കൂല, എന്റെ റബ്ബെന്നെ പരാജയപ്പെടുത്തൂല, എന്റെ റബ്ബ് ഇതിനെ രക്ഷപ്പെടുത്താതിരിക്കൂല. അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ നമ്മൾ മനസ്സിൽ എന്തുകൊണ്ട് ഞാൻ റബ്ബിന് മുമ്പിൽ സുബഹി ഖളാക്കിയിട്ടില്ല, ഞാൻ റബ്ബിന് മുമ്പിൽ പ്രായപൂർത്തിയായിട്ടൊരു നോമ്പ് ഒഴിവാക്കിയിട്ടില്ല, ഞാൻ റബ്ബിന് മുമ്പിൽ ഒരു തറാവീഹ് ഒഴിവാക്കിയിട്ടില്ല, ഞാൻ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു പലിശക്ക് പോയിട്ടില്ല, ഞാൻ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒന്നും. നമുക്ക് റബ്ബിനെ പറ്റി അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിലുണ്ടോ? അല്ലാഹു റബ്ബി തിരിച്ചു കിട്ടേണ്ടത്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാ. ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ജനങ്ങൾക്ക് ശുക്ർ നമ്മൾ ഇവിടെ കിട്ടിയ ഉപകാരത്തിന് ഇവിടെ തന്നെ എന്തില്ല, ഒരു നന്ദില്ല. നേർക്കനേരെ കിട്ടുന്ന കാര്യമാണ്. അതിന് നമ്മൾ ശുക്രില്ലെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് എല്ലാവരും ശുക്ർ ചെയ്യും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം. അള്ളാഹുവിന്റെ ഈമാൻ അവർ ഉറപ്പിച്ചു. അപ്പോൾ സിദ്ദിനാഹും ഹുദാ, അവരെ ഈമാൻ അവരെ എല്ലാം അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അക്രമി അവന്റെ അക്രമം കൂട്ടുന്തോറും, ശത്രു അവന്റെ എതിർപ്പ് വർദ്ധിപ്പിക്കുന്നതോറും ഇവിടെ ഈമാൻ വർദ്ധിക്കാതില്ല. ഫലസ്തീനിൽ ബോംബിനെ വർഷിപ്പിച്ചിട്ട് ഒന്നായിട്ട് വീടും അവരെ കെട്ടിടങ്ങളും ഒക്കെ തകർന്ന് വീഴ, ആളി കത്തുക, ആ കത്തുന്ന തീയിൽ അവരെ കുടുംബങ്ങൾ കരിഞ്ഞു പോവുക. അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായപ്പോൾ ഫലസ്തീനിലെ പലസ്തീനിലെ മക്കളെ കയ്യുമലക്ക് എഴുതി വെച്ചു, അന ഷഹീദുല്ലോ, ഇനി ഷഹീദാകേണ്ട ആൾ ഞാനാണ്, അന ഷഹീദുല്ലോ. ഇവരിങ്ങനെ കണ്ട സമയത്ത് പലസ്തീനൊക്കെ കൂട്ടം കരച്ചിൽ അതിന്റെ മുസ്ലിമീങ്ങളെ നിങ്ങളാരും ഞങ്ങളെ സഹായിക്കണില്ലെങ്കിൽ ഞങ്ങളൊക്കെ ജൂതന്മാരാണെന്ന് പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞു? ഒരൊറ്റ കുട്ടി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൂടെ നിന്നോ, അല്ലാഹുവിന്റെ കൂടെ നിന്നു. ഞമ്മക്ക് ആ കൂടെ നിൽക്കണേ കാണാത്തത് കൊണ്ട് ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മള് ഇപ്പൊ തെറ്റാണെന്ന് ആവില്ല അല്ലേ? നമുക്ക് ചെറിയൊരു സംഗതി ഉണ്ടാവുമ്പോഴൊക്കെ നമ്മൾ അള്ളാന്റെ കൂടെ നിൽക്കുന്നത് കൂടിയാണ്. അതേ സമയത്തോ അള്ളാന്റെ കൂടെ നിന്നാൽ എന്താണ് സംഭവം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? അടുത്ത വാർത്ത فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد كنا إذا شططا. ശത്രുവായ രാജാവ്, അവന്റെ ആയുധധാരികൾ ചുറ്റുഭാഗത്ത്, പട്ടാളം നാനാഭാഗത്ത്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തോക്കും കുന്തൊക്കെ ചൂണ്ടി നിൽക്കുന്ന ആളുകൾ, കുറച്ച് യുവാക്കൾ അവരെ മുന്നിൽ. രാജാവിന്റെ കൽപ്പന ഈ വിഗ്രഹത്തെ ആരാധിക്കണം, ഈ വിഗ്രഹത്തിന് അകത്ത് ദാനം ചെയ്യണം. അതിന് നീ തയ്യാറുണ്ടോ? ഇല്ലേ? തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇല്ലേ നിങ്ങൾ ഇപ്പൊ അകത്ത് കളയും. ഇതാണ് ഇങ്ങനത്തെ ഒരു രംഗം വന്നപ്പോൾ ആ ചെറുപ്പക്കാരെന്താ ഇത് കാണൂ, രാജാവിന് മുമ്പിൽ അവർ എഴുന്നേറ്റു. അതല്ലേ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അവരെ ഹൃദയത്തെ നാം തറപ്പിച്ചു ഉറപ്പിച്ചു നിർത്തി. റബ്ബത്ത് എന്നാണ് എന്താ ആണി അടിച്ചിട്ട് ഉറപ്പിച്ചു നിർത്തുകയാണ്. അതിനാണ് എന്തെന്ന് പറയാം, റബ്ബ് ആണി അടിച്ചിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാൻ വെക്കാൻ. അവരെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തി. ഇത് കാമു, അവർ എഴുന്നേറ്റപ്പോ രാജാവിന്റെ മുമ്പിൽ കീഴ്പ്പെടാതെ ഇത് കാമു, ആ യുവാക്കൾ എഴുന്നേറ്റു. ആ യുവാക്കൾ എഴുന്നേറ്റ് അവർ പ്രഖ്യാപിച്ചു,
അവർ പ്രഖ്യാപിച്ചു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങൾക്ക് ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവൻ ഭൂമിയെ പടച്ച റബ്ബാണ്, ആകാശത്തെ പടച്ച റബ്ബാണ്. അല്ലാതെ നീ പറയുന്ന ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ, അതിനെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾക്കൊരു അല്ലാഹുണ്ട്. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ശ്രദ്ധിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. അത് പറഞ്ഞുകൊണ്ട് രാജാവിന് മുമ്പിൽ അവരെഴുന്നേക്ക് ഒരു പ്രഖ്യാപനത്തോട് കൊല്ലാണെങ്കിൽ കൊല്ല, അറുക്കാണെങ്കിൽ അറുക്ക, മുറിക്കാണെങ്കിൽ മുറിക്ക, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറേ അല്ല. ഇപ്പൊ നീ കാണിച്ചത് ഈ വിഗ്രഹം എന്ന് മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ഒന്നിനെ ഇലാഹായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ആ യുവാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തി. മറ്റൊരു ഇലാഹിനെ ആരാധിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾക്ക് ആകാശഭൂമി പടച്ച് ഞങ്ങളൊക്കെ സംരക്ഷിക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബിനും അല്ലാഹു അല്ലാത്ത മറ്റൊരാളൊക്കെ ഇബാദത്തെടുക്കുകയോ അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ അത് അന്യായമാണ്. ആ അന്യായത്തിൽ ഞങ്ങൾ കൂട്ടു നിൽക്കുകയില്ല. എന്തുകൊണ്ട്? അതൊക്കെ നശിച്ചു പോകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ശത്രുക്കൾ അല്ലേ? ഒരു സൂര്യനെയാണ് കുറച്ചവനായിട്ട് കണ്ടത്. സൂര്യനെ പഠിച്ചാൽ സൂര്യൻ എങ്ങനെ വന്നു, സൂര്യനെ അസ്തമിച്ചു പഠിച്ചവനാണ്. അപ്പോൾ വന്ന് നമ്മളെ പഠിച്ചവൻ ചന്ദ്രനാണ്. ചന്ദ്രൻ എങ്ങനെ പോയി അസ്തമിച്ചു പഠിച്ചവനാണ്. ഇവിടെ കാണുന്ന ഏതിനെ നമ്മൾ അംഗീകരിച്ചാലും അതൊക്കെ ഏതാണ്? അതൊക്കെ നശിച്ചു പോകുന്നതാണ്. മനസ്സിലായി? അപ്പോ ആ യുവാക്കൾ രാജ്യം മുഴുവൻ രാജാവിന്റെ കൂടെ, പട്ടാളം മുഴുവനും അങ്ങനെ എല്ലാവരും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞത് അതിങ്ങനെ പട്ടുമന്റെ കൂടെ വന്നതല്ല. ഇവിടെ ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതനുഭവിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വഖഫ് സ്വത്തന്നെ കൂടി കുറച്ചുകൂടി കൂട്ടാണ്. പിന്നെ ഭേദഗതി വരുത്തിയിട്ട് 4 ആളെ കയ്യിലാക്കി വിചാരിച്ചിട്ട് ഇസ്ലാമില്ലാതെയോ ഒരു 4 പള്ളിയാണ് പൊളിച്ചു വിചാരിച്ചിട്ട് ഇസ്ലാമില്ലാതെയോ ഒരു 40 ആളെ കൊന്നു വിചാരിച്ചിട്ട് ഇസ്ലാമില്ലാതെയോ. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുസ്ലിമായിരിക്കും. അല്ലാഹു തആല അവന്റെ ദീൻ നിലനിർത്തും. അത് റബ്ബിന്റെ കടമയിൽപ്പെട്ടത്. അത് റബ്ബ് ചെയ്യും. അതല്ലേ ആനക്കലക സംഭവത്തില് അബ്രാഹത്തും പാർട്ടിയും എന്തായി? കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. അവർ കഅബത്തിന്റെ കുറച്ച് മുമ്പ് അവിടെ പാർക്ക് ചെയ്തിട്ട്, ആനയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്നു. അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നിങ്ങൾ കഅബത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരെന്ത് ചെയ്തിരുന്നു? അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകത്തെ അവരെ പിടിച്ചുകൊണ്ടുപോയി. കഅബത്തിന്റെ ഭരണാധികാരി അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ അബ്ദുൽ മുത്തലിബിനോട് പോയിട്ട് ഇവർ സംസാരിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ എന്റെ ഒട്ടകത്തെ കൊണ്ടുപോയിട്ട് അതെനിക്ക് തിരിച്ചു തരണം, അതെന്റെ മുതലാണ്. അപ്പൊ അവർ ചോദിച്ചു, നിങ്ങൾ ഈ കഅബത്തിന്റെ ഭരണാധികാരിയെ ഇത്ര താന്ന വർത്തമാനം പറഞ്ഞത് എന്തേ? നിങ്ങളിപ്പോ പറഞ്ഞ നിങ്ങളെ ഒട്ടകത്തിന്റെ സംരക്ഷണം, ഞങ്ങൾ വന്നത് കഅബ പൊളിക്കാൻ. അതിൽ നിങ്ങൾ ഒട്ടകത്തെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഒട്ടകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, കഅബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കഅബത്തിന്റെ ഉടമസ്ഥനാണ്. മൂപ്പർ നോക്കിക്കോളും കഅബത്തിന്റെ കാര്യം. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അത് എനിക്ക് തന്നെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹുവിലുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നിന്നാൽ അതിന്റെ ഉടമസ്ഥനെ സംരക്ഷിക്കും. നമ്മുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ എപ്പോഴും വരും. എന്തെല്ലാം പ്രശ്നങ്ങൾ വരും. എപ്പോഴും ഇങ്ങനെ സുഖകരമായിട്ട് മാത്രം പോകാൻ ഉണ്ടാവും. എന്നും ഒരേ വരുമാനം തൊഴിലുണ്ടാവും. എന്നും ഒരേ ആരോഗ്യ മനുഷ്യനുണ്ടാവും. മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ മാറ്റങ്ങൾ വരുമ്പോ സന്തോഷത്തിലേക്ക് മാറിയാലും ദുഃഖത്തിലേക്ക് മാറിയാലും നമ്മൾ റബ്ബിന്റെ കൂടെ നിൽക്കണം. ആരോഗ്യത്തിലേക്ക് വരുമ്പോഴും രോഗത്തിലേക്ക് വരുമ്പോഴും റബ്ബിന്റെ കൂടെ നിൽക്കണം.
അവരുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തി. ഇത് കാമു, അവർ എഴുന്നേറ്റു. അവർ പ്രഖ്യാപിച്ചു, റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനും ഞങ്ങൾ ആരാധിക്കയില്ല. ലഖദ് കുന്നാ ഇദൻ ശത്തത്താ, അന്യായമായ ഒരു വിഷയത്തിന്റെ പുറയും ഞങ്ങൾ നിൽക്കുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ആ ചെറുപ്പക്കാരി ഈമാൻ പ്രഖ്യാപിച്ചു. ധൈര്യമായിട്ട് അവർ എഴുന്നേൽക്കുക. രാജാവ് അവരെ കൊന്നു കളയും എന്ന കാര്യം, രാജാവ് അവരെ കൊന്നു കളയുന്ന കാര്യം. പക്ഷെ ഇവരത് പ്രഖ്യാപിച്ച് അവരെ ചെറുപ്പം, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്. ഇന്നും ഉണ്ടല്ലോ നമ്മളെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ തെറ്റ് ചെയ്താലും കുറച്ചൊരു ഇളവ്, ഇവർക്കൊരു ബുദ്ധിമാറ്റം വരുമെന്നായി അല്ലേ? മൈനർ കേസുകാരിൽ വലിയ കേസിൽപ്പെട്ടാൽ അവൻ മേജറാകാൻ കാത്തു. മൈനർമാര് വലിയ കേസിൽപ്പെട്ടാൽ എന്ത് ചെയ്യും? മേജറാകാൻ കാത്തു നിൽക്കും. ഇന്നത്തെ വിധി പ്രഖ്യാപിക്കുള്ളൂ. എന്നൊരു മനപരിവർത്തനം വരുന്നുണ്ടോ ഇല്ലേ? അല്ലേ? യുവാക്കൾ, ചെറിയ പ്രായമുള്ള യുവാക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് ഒരു കാലതാമസം കൊടുക്കും, അവർക്ക് മാറ്റം വരുമല്ലോ. ഇതാണ് രാജാവ് ചെയ്യുന്നത്. ഇവരിങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചാലും ഒരു തന്നെ നാടിന് പറ്റുന്ന ചെറുപ്പക്കാരാണ്. വിശ്വാസത്തിൽ രാജാവിനോട് യോജിക്കുന്നില്ലെങ്കിലും പക്ഷെ അവരുടെ പ്രായം, അവരുടെ പക്വത, അവരുടെ അറിവ്, അവരുടെ കഴിവ്, ഇതൊക്കെ രാജാവിന് സമ്മതമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ രാജാവ് അവർക്ക് ഒരു അവസരം കൊടുക്കും. നിങ്ങൾ മാറി ചിന്തിച്ചു, ഒരവസരം കൊടുക്കും. ആ അവസരം കൊടുത്ത സമയത്ത് രാജസന്നിധിയിൽ നിന്ന് ഈമാൻ പ്രഖ്യാപിച്ച് എഴുന്നേറ്റ് ചെറുപ്പക്കാർ ഒരു തമ്മിൽ പറയാൻ പറയും. ഈ യുവാക്കൾ അവർ തമ്മിൽ എന്താ അവർ പറഞ്ഞത്? ഈ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ഈ ആൾക്കാർക്കൊക്കെ എന്ത് വിഡിത്തമാണ്. അവരെന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കുക, എന്നിട്ട് അവരെന്നെ അതിനെ ആരാധിക്കില്ല. ഇതെന്ത് പണക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി ഇസ്ലാം മതം സ്വീകരിച്ച സംഭവമാണ്. സഅലബത്ത് റളിയല്ലാഹു അൻഹു. എന്താണ്? സഅലബത്ത് റളിയല്ലാഹു അൻഹു ഏത് വഴിക്ക് പോകുമ്പോഴും ഒരു പടച്ചോനെ ഒപ്പം കൊണ്ടു. പടച്ചോനെ കൊണ്ടുവന്നാണ് മനസ്സിലായി. ഒരു വിഗ്രഹത്തെ കുളമുത്തിയപ്പോഴും എന്താ വഴി കൊണ്ടാവും. എന്തിന്? എന്താ സഹായം കിട്ടാൻ പടച്ചോൻ ഒപ്പമുണ്ടല്ല. ഒരു പ്രാവശ്യം സഅലബത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ മൂത്രമൊഴിക്കാൻ, അപ്പൊ മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന പടച്ചോനെ അവിടെ ചാരി വെച്ചു. അങ്ങനെ സ്വന്തം നിൽക്കാൻ പറ്റില്ല, വിഗ്രഹത്തെ ചാരി വെച്ചു. ഇയാള് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയ സമയത്ത് വിഗ്രഹത്തെ അവിടെ ചാരി വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞ് മൂത്രമൊക്കെ ഒഴിച്ചൊക്കെ ശുദ്ധിയായി തിരിച്ചു വന്നപ്പോ ഈ വിഗ്രഹം ആകെ നനഞ്ഞില്ല. ഈ ചാരി വെച്ച വിഗ്രഹം എന്തായിരുന്നു? നനഞ്ഞില്ല. എങ്ങനെ നനഞ്ഞു? എങ്ങനെ നനഞ്ഞു? ഇയാൾ അവിടെ പോയി മൂത്രമൊഴിച്ച് ഇവിടെ നനഞ്ഞു. പിന്നെ എങ്ങനെ നനഞ്ഞു? ഈ വിഗ്രഹം ആകെ നനഞ്ഞു നിൽക്കണം. അതെങ്ങനെ? മഴയോട്ട് പെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ നോക്കി, എന്ത് പടച്ചോന് പറ്റിയത്? ആകെ നനഞ്ഞിട്ടുള്ള. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് അപ്പുറത്തൊരു നായനുണ്ട്. അപ്പൊ നനഞ്ഞത് എങ്ങനെ മനസ്സിലായി? എങ്ങനെ? നായ മൂത്രമൊഴിക്കാൻ ചിലരെയും പ്രായപൂർത്തിയായ നായയാണ് മൂത്രമൊഴിക്കണമെങ്കിൽ, പ്രായപൂർത്തിയായ നായ മൂത്രമൊഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാലും ഇങ്ങനെ പൊക്കിപ്പിടിക്കും. അത് പ്രായപൂർത്തിയുടെ അടയാളം കൂടിയാണ്. അപ്പൊ നായ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ നിന്ന ഒരു കാര്യം ഇങ്ങനെ പൊക്കിക്കുക, ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ സത്യമായി. അപ്പൊ നായ നല്ലപോലെ ആർക്ക് മൂത്രമൊഴിച്ചു? ഈ വിഗ്രഹത്തിൽ മുഴുവൻ മൂത്രമൊഴിച്ചു. അപ്പൊ നായയുടെ മൂത്രമാണ് വിഗ്രഹത്തിന് മുകളിൽ കാണുന്നത്. അപ്പോഴാണ് സഅലബത്ത് റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, പടച്ചോനെ
ഒരു മൃഗം വന്നിട്ട് തലയിൽ മൂത്രമൊഴിച്ചിട്ട് അതിനെ തടയാൻ പറ്റാത്ത ഇതിനെ ഞാൻ പറിച്ചോന്നിട്ട് കൊണ്ടാടുന്നത് എന്ന് മുമ്പ് ആലോചിച്ച സംഭവം കിതാബിൽ കാണും. സ്വന്തം തലയിൽ മൂത്രമൊഴിച്ചിട്ട് അത് തടയാൻ പറ്റാത്ത ഇതിനാണോ ഞാൻ കൊണ്ടുനടക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ അപ്പൊ ഇതാണ് ആ ചെറുപ്പക്കാർ ചോദിച്ചവരോട് തമ്മിൽ എന്താണ് ഈ ആളുകൾക്കൊക്കെ ഇവർ വിഗ്രഹത്തിന് ആരാധിക്കുന്നു, ആ വിഗ്രഹത്തിന് ഇവരെന്നെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇവരെന്നെ ഉണ്ടാക്കിയ പണത്തോനെ ഇവരെന്നെ ആരാധിക്കുക. ഇതെന്തൊരു അത്ഭുതമാണ്. അങ്ങനെയാണ് ആ ചെറുപ്പക്കാർ രാജസദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോണത്. ആണോ? അവരെന്തായി ഈ ജനങ്ങൾ കൗമുന, നമ്മൾ ജീവിക്കുന്ന കാലത്തുള്ള ഈ ജനങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ഇവർ ആരാധിക്കുന്നു. കുറച്ചോനെ സുൽത്താൻ, ഇവർക്ക് ആരാധിക്കാൻ എന്തെങ്കിലും തെളിവോ ഇവർ രക്ഷപ്പെടുത്തുമെന്നവരുടെ പ്രതീക്ഷ അവർക്ക് ഉണ്ടായിട്ടാണോ? ഒരു തെളിവുമില്ലാതെ അള്ളാഹുവിന്റെ മേൽ കളവിനെ വെച്ച് കെട്ടുന്ന ഇവരെക്കാൾ അക്രമിയായിട്ട് ആരുണ്ട്? അള്ളാഹു വിശ്വസിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഇവരിൽ എന്തുമാത്രം പോയത്തക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും രാജസദസ്സിൽ നിന്ന് അവരെ വിട്ടു. ഇനി എന്ത് ചെയ്യും? ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കുടുംബം മുഴുവൻ രാജാവിന് അനുകൂലം, അവരുടെ നാട്ടുകാർ മുഴുവൻ രാജാവിന് അനുകൂലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജസദസ്സിൽ നിന്ന് ഈമാൻ പ്രഖ്യാപിച്ച് അവർ വരുമ്പോൾ അവർക്ക് അവരല്ലാതെ മറ്റാരും കൂട്ടരില്ല. പിന്നെ അവർക്കുള്ള കൂട്ടായ മാത്രമാണ് അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രഖ്യാപനം അതാണ്. നമ്മൾ ആ സംഭവത്തെ ഇങ്ങനെ കാണും. എന്താ അള്ളാഹുവിന്റെ പ്രഖ്യാപനം? ഈമാൻ. ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കണ്ടങ്ങൾ فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. ആരും ഭൂമിയിൽ അവരെ സഹായിക്കാനില്ല, അവർക്കൊരു താങ്ങും തണലുമായിട്ട് ആരുമില്ല. ആ സമയത്താണ് രാജസദസ്സിൽ നിന്ന് അവർ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ രാജാവിനെയും വിഗ്രഹങ്ങളെയും അതെല്ലാം അവർ ഉപേക്ഷിച്ചു. അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്തെടുക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും എല്ലാ രാജാവിനെയും എല്ലാവരെയും ഉപേക്ഷിച്ചു. അവരവിടുന്ന് എഴുന്നേറ്റ് പോന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു. നിങ്ങൾ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കണം. നിങ്ങൾ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ നിന്നതിന് അല്ലാഹു നിങ്ങളെ കൂടെ നിൽക്കും. ഗുഹയിൽ സംരക്ഷണം നൽകാനുള്ളത് അല്ലാഹുവിന്റെ വിധിയാണ്. നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട് ശത്രുക്കൾ വന്നു അല്ലേ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് തങ്ങളും എവിടേക്ക് പോകാൻ? മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലേ? ആ ഹിജ്റ പോയപ്പോൾ വഴിയിൽ സംരക്ഷണം കൊടുത്തത് എവിടെയാണ്? ഹിറാ ഗുഹയിലാണ്. സൗർ ഗുഹയിലാണ്. അപ്പൊ ഭൂമിയിൽ അല്ലാഹു തആല സംരക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ഭൂമിയിൽ ഒരു ഗുഹ, അവിടെയാണ് സൗർ ഗുഹയിൽ സിദ്ദീഖ് തങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നബിസ്വലാസനങ്ങൾ മക്കത്തെ ശത്രുക്കളാകെ ഇറങ്ങി വശായ സമയം അല്ലേ? നബിസ്വലാസനങ്ങൾക്ക് സംരക്ഷണം ഇവിടെ ജബലന്നൂർ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലാണ് ഏത്? അവിടെ റസൂലുള്ളാഹിക്ക് സംരക്ഷണം. മറ്റൊരു സമയത്ത് അല്ലേ അവിടെ സംരക്ഷണം. അപ്പൊ ഈ ഗുഹയിൽ സംരക്ഷണം കൊടുക്കുക അത് അല്ലാഹു തആല ചെയ്യുന്ന ഒരു പ്രത്യേകത. എന്നാൽ നിങ്ങൾക്കൊരു സംഗതിയാണ്, അവിടെയാണ് നമ്മൾ ചിന്തിക്കണം. ഭൂമിയിൽ ഒരു ഗുഹയുണ്ടായിട്ട് അവിടെ സംരക്ഷണം നൽകാനുള്ള അള്ളാഹുവിന്റെ പതിവാണ് അല്ലേ? ആ ഗുഹയാണ് നമ്മളെ ഖബർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് മരിച്ചാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു ഗുഹയിൽ
പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഗുഹയാണെന്ന് മാത്രമല്ലേ അള്ളാഹു തആല അവിടെ സംരക്ഷണം നൽകി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകത, അവന്റെ മുഅ്മിനീങ്ങൾക്കുള്ള സംരക്ഷണം അത് ഭൂമി ഏറ്റെടുക്കും. നിങ്ങൾ നോക്കി എത്ര ജീവികൾ ഗുഹയിൽ സംരക്ഷണം നൽകി താമസിക്കുന്നവരുണ്ട് അല്ലേ? ആയിരക്കണക്കിന് പാമ്പ് ഭൂമിയിലുണ്ട്. എവിടെ താമസിക്കണം? ആയിരക്കണക്കിന് ഇനങ്ങളുള്ള ഉറുമ്പുകൾ ഭൂമിയിലുണ്ട്. എവിടെ താമസിക്കണം? അല്ലെ? എത്ര ജീവികളാണ് ഭൂമിയിൽ ഗുഹയുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുന്നത്? അപ്പൊ ഭൂമി അല്ലാഹു തആല മനുഷ്യന് വെച്ചിരിക്കുന്ന ഒരു സംരക്ഷണ സ്ഥലമാണ്. ആ സംരക്ഷണം അല്ലാഹു തആല തരും. പക്ഷെ നമ്മൾ ആരെ കൂടെ നിൽക്കണം? അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. ആ യുവാക്കൾ അവര് പ്രഖ്യാപിച്ചു, നീയും നിന്റെ പടച്ചവനൊക്കെ വേറെ, ഞങ്ങളുടെ റബ്ബ് വേറെ. അതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ജീവൻ അപായപ്പെടുമെന്ന് കണ്ടപ്പോൾ അല്ലാഹു തആല നിങ്ങൾ എവിടെ അഭയം പ്രാപിക്കണം? ഗുഹയിൽ അഭയം പ്രാപിക്കണം. ആ ഗുഹയിലേക്ക് നിങ്ങളാണ് ചെന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമാക്കി തരും. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും. നിങ്ങളുടെ കാര്യത്തിൽ ഉത്തമമായ തീരുമാനം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. എന്തൊരു പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ! അവിടെ ഹദീസ് അവർ തഫ്സീർ എഴുതിയത് കാണും. വല്ലാത്തൊരു രംഗം. يبسط لكم ربكم سبحانه من رحمته ما يحفظكم به من أعدائكم ويحكمكم وييسر لكم من أمركم ما بما يعبد عن العيش بين ظهرانكم. അല്ലാഹു തആല ഓർമ്മപ്പെടുത്ത നിങ്ങൾ അതിൽ അഭയം പ്രാപിച്ചോളൂ. നിങ്ങൾ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചോളൂ. അപ്പൊ നിങ്ങൾ എല്ലാ സംരക്ഷണം, ഏത് ശത്രുക്കളും, ഏത് ഉപദ്രവകാരികളും, ഏത് ഭരണാധികാരിയും, ഏത് പട്ടാവും, ആരൊക്കെ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾക്ക് അതൊന്നും ഏൽക്കാത്ത രൂപത്തിൽ നിങ്ങൾ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുക എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചപ്പോൾ ആ യുവാക്കൾ ഇനി ആ ഗുഹയിലേക്ക് പോവാൻ. അപ്പോ ദഖിയാനൂസി എന്ന അക്രമിയായ ഭരണാധികാരി രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും വിഗ്രഹാരാധനയിലേക്ക് ക്ഷണിക്കാം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമം അല്ലെ? ഇന്ത്യയെ ഏതിന് ശ്രമിക്കാൻ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഏറ്റവും വലിയ എതിരാളികളായിട്ട് കാണുന്നത് ആരെ? മുസ്ലിമീങ്ങൾ. ഒന്നുകിൽ മുസ്ലിമീങ്ങളൊക്കെ ആരാകാം? ഹിന്ദുക്കളാണ്. അല്ലെങ്കിൽ ഒഴുകുക അങ്ങനെ പറയുവാൻ പാകിസ്ഥാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പക്ഷേ നമുക്ക് എന്താണ് നാട് വിടുക, അതല്ലെങ്കിൽ ഇവര് പറഞ്ഞത് ചെയ്യും. ഇതൊക്കെ എക്കാലത്തും ഉണ്ടായ ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. നമ്മള് ഇതൊന്നും ഒരു പുതിയ ഭാവമല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു പുതുമാതിരിയാണ്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. രാജാവിന്റെ കാലത്ത് അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫറോവയുടെ കാലത്ത് അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്പൂതിന്റെ കാലത്ത് അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രംപിന്റെ കാലത്ത് അയാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊന്നും മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തിരിയോ പുതുമയോ ഉള്ള കാര്യമല്ല. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. ഇസ്ലാം ഒരു ദിവസം കൊണ്ടാണ് ഇല്ലാതെയാകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനം മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇസ്ലാമാണ് ഇല്ലാതെയാകും. പക്ഷെ മുസ്ലിമീങ്ങളാകാം. മുസ്ലിമായിട്ട് രാജാവ് പ്രഖ്യാപിച്ചു വിഗ്രഹത്തിന് ആരാധിക്കുകയും അതിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാത്തവരാരും ഇവിടെ വേണ്ടതില്ല. ആ വേണ്ടതില്ല തീരുമാനിച്ചാൽ എങ്ങനെ? അനുസരിക്കാത്തവരെ നിഷ്ഠൂരം കൊന്നുകളെ. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. കുറച്ച് യുവാക്കളായ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറല്ല, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ വിശ്വസിക്കാം. അവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഗുഹയിൽ അവർക്കാണ്ട് അഭയം കൊടുത്തു.
ആ ഗുഹയിലേക്ക് അവരാൾ കടന്നപ്പോൾ അവസ്ഥ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്ത്? ആ ഗുഹയാണ് ലോകത്തിലെ ആദ്യത്തെ AC റൂം. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയിലേക്ക് അവരാൾ ചെന്നപ്പോൾ ആ ഗുഹയിൽ അവർക്ക് നല്ല വിശാലത. അവിടെ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന്റെ ചൂട് ഗുഹയിലേക്ക് തട്ടാത്ത വിധം അല്ലാഹു തആല കാത്തു. വൈകുന്നേരം സൂര്യൻ ഇങ്ങോട്ട് മാറുമ്പോൾ സൂര്യന്റെ വെളിച്ചം അവിടെ ഇങ്ങോട്ട് വരും. രണ്ട് ഭാഗത്തും ഉദയാസ്തമന സമയത്തും അസ്തമന സമയത്തും സൂര്യന്റെ വെളിച്ചം അവരെ ഗുഹയിലേക്ക് തട്ടാത്ത വിധം അല്ലാഹു അവരെ സംരക്ഷിച്ചു. ഒന്ന്. രണ്ടാമത്തത്, ഭൂമിയിൽ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ കേൾക്കാൻ കേൾവി ശക്തി അല്ലാഹു തആല അവർക്ക് ഒഴിവാക്കി. ഭൂമിയിൽ എന്തൊക്കെ നടന്നാലും അതിൽ നിന്ന് കേൾവി അവർക്ക് ഇല്ലാതെ അത് അല്ലാഹു സംരക്ഷിച്ചു. മൂന്നാമത്തത്, ആരെങ്കിലും ആ ഗുഹയിൽ കിടക്കുന്ന ആളുകളെ കണ്ടാൽ എന്ത് തോന്നും? അല്ലാഹു റബ്ബി, അവർ കണ്ണുകളെ തുറപ്പിച്ച് നോക്കുന്നതായിട്ടാണ്. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങാൻ, പക്ഷെ കണ്ണ് തുറന്നുകൊണ്ടാണ്. അല്ലാഹു തആല കൊടുത്ത സംരക്ഷണത്തിന്റെ രീതിയാണ്. അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടുമ്പോൾ അതാണ് നോക്കണം. കണ്ണ് തുറന്നിട്ടാണ് അവർ കിടക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് കൊടുത്തു? ആ കിടക്കുന്ന ആളുകൾ കിടക്ക് ഇങ്ങോട്ട് തിരിഞ്ഞടക്കും, കിടക്ക് അങ്ങോട്ട് തിരിഞ്ഞടക്കും. എന്തുകൊണ്ട്? തിരിഞ്ഞും മറിഞ്ഞും കടന്നില്ലെങ്കിൽ എന്താകും? ജീവജാലങ്ങൾ അവരെ ഉറുമ്പയും. നമ്മൾ ഒരേ ഇട്ടങ്ങനെ ഇരുന്നാൽ കുറച്ചേരം ഇരുമ്പോ തന്നെ കാലിലെത്തും, അല്ലേ? കാലിലെത്തും. അതേപോലെ തന്നെ നമ്മൾ അനങ്ങാതിരുന്നാൽ അവിടെ ആര് വരാൻ തോന്നും? പല ജീവികളും വരാൻ തോന്നും. ഏതെല്ലാം ജീവികളുണ്ട്? ഒരു മണി പഞ്ചസാര, ഒരു മുട്ടായിന്റെ കഷ്ണം നിലത്ത് വീഴുമ്പോഴേക്ക് എവിടെ ഉറുമ്പെത്തിയത്? എവിടെ ഉറുമ്പുണ്ടേന്? അല്ലേ? നമ്മൾ ചെറിയൊരു മണി പഞ്ചസാര സ്ഥലത്ത് വീഴുമ്പോഴേക്ക് അവിടെ ഭാഗത്തും ഉറുമ്പത്ത്. ഭൂമിയിൽ ഗുഹ ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് താമസിക്കണം ഉറുമ്പുകളുണ്ട്. ഗുഹയോടെ താമസിക്കുന്നത് അവരാവശ്യമാണ് സമയത്തിൽ അവനാണ്. ഒരു ലേശം മധുരം നമ്മുടെ അകത്ത് എന്തൊക്കെ ഉണ്ട്? നമ്മുടെ അകത്ത് അവിടെ ടൈൽസ്, അവിടെ മാർബിൾ, മറ്റോടത്ത് ഗ്രാനൈറ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിലും കുടുംബം അവിടെ താമസിക്കണുണ്ടോ? അവര് തന്നെ സുഖമായിട്ട് താമസിക്കാൻ അവർക്ക് പറ്റിയൊരു ഭക്ഷണം കാണുമ്പോഴേക്ക് അവിടെ എത്തും, അല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം അതാണ് ഓർക്കേണ്ടത്. അല്ലാഹു തആല ഒരു ഗുഹയിലേക്ക് അവർ ഒന്നിച്ച് ആ ഗുഹയിലേക്കാണ്. ആ ഗുഹയെ അല്ലാഹു തആല പ്രത്യേകം സംവിധാനമാക്കി കൊടുത്തു. അവർക്ക് എന്താണ്? അവരെല്ലാവരും ആ ഗുഹയിൽ കിടക്കുകയാണ്. ആ കിടക്കുമ്പോൾ അല്ലാഹു റബ്ബി അവരെ കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടാണ് അവർ കിടക്കുന്നത്. അതേ സമയത്ത് പുറമേയുള്ള സൗണ്ടുകളൊന്നും അവർ കേൾക്കുന്നില്ല. അവരാണെങ്കിലോ അവരിങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സൗകര്യം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എന്താണ് സംഗതി? وتحسبهم أيقاظا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. അല്ലാഹു തആല റസൂലുള്ളാഹിയെ ഓർമ്മപ്പെടുത്തുക. നബിയെ സൂര്യനെ തങ്ങൾക്ക് കാണാം. ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തിൽ യമീൻ വഇദാ ഗറബത് തഖ്റുഹും ദാത്ത ശിമാൽ. സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യപ്രകാശം ആ ഗുഹയിലേക്ക് കടന്നിട്ട് അവർ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടാകാതിരിക്കാൻ, സൂര്യപ്രകാശത്തിന് ശത്രുക്കളായ ആളുകൾ അവരെ കാണാതിരിക്കാൻ അല്ലാഹു തആല സൂര്യൻ പടിഞ്ഞാറ് വരുമ്പോഴും സൂര്യൻ കിഴക്ക് വരുമ്പോഴും രണ്ട് സമയത്തും ഗുഹയിലേക്ക് സൂര്യപ്രകാശം തട്ടിക്കൊണ്ടവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം അല്ലാഹു തആല സംരക്ഷണം കൊടുത്തു. ആ ഗുഹയിലെ വിശാലതയിൽ അവർ താമസിക്കാൻ. എങ്ങനെയാണ് അവർ താമസിക്കുന്നത്? അല്ലാഹു റബ്ബി ദാലിക മിൻ ആയാത്തില്ലാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായി വെച്ചതാണ്. മയ്യഹുദില്ലാ, അല്ലാഹു തആല ഒരാൾക്ക് സംരക്ഷണം കൊടുത്ത് ഹിദായത്ത് തീരുമാനിച്ചാൽ ഫഹുവൽ മുഹ്തദ്, അവൻ എന്നും ഹിദായത്തിലായി. വമൻ യുദ്ലിൽ, അല്ലാഹു തആല സംരക്ഷണം കൊടുക്കാതെ ഹിദായത്ത് നഷ്ടപ്പെട്ട ഫലൻ തജിദ ലഹു വലിയ മുർഷിദ, അവനെ ഹിദായത്തിലേക്ക് എത്തിക്കാൻ ആർക്കും സാധ്യമല്ല. എന്താണ് യുവാക്കൾ കൊടുത്തത്?
അവര് ഗുഹയിൽ താമസിക്കുമ്പോ ആരെങ്കിലും അവരെ പോയി കണ്ടാൽ പേടി. എന്തുകൊണ്ട്? അവര് ശത്രുവിന് ഉന്നം വെച്ച് നോക്കുന്നത് പോലെ കണ്ണിങ്ങനെ തുറന്നിട്ടാണ് അവർ കാണുന്നത്. ആര് കണ്ടാലും പേടിച്ചു കൊടുക്കും. രണ്ടാമത്തത്, അവരാ ഗുഹയിലേക്ക് പോകുമ്പോൾ അവരെ കൂടെ സഞ്ചരിച്ചു ഒരു നായ. അതാണ് നമ്മൾ ഈ അസ്വാബിന്റെ പേരിങ്ങനെ എഴുതിയിട്ട് അതിന്റെ നടുവിലുണ്ടാവും. എന്താ എഴുതിക്കുന്നത്? അതിന്റെ നടുവിലുണ്ടാവും കെത്തുമീറുടെ. ആ കെത്തുമീർ അവരുടെ നായയുടെ പേരാണ്. അല്ലാഹു തആല ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താ ഓർമ്മപ്പെടുത്തുന്നത്? അവരാ ഗുഹയിലേക്കാണ് കടന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത സംരക്ഷണം. വതഹ്സബുഹും അയ്ഖാമൻ വഹും റുഖൂദ് വനുകല്ലിബുഹും ദാത്തൽ യമീൻ വദാത്തൽ ശിമാൽ വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. അവരെങ്ങനെയാ ഉറങ്ങണത്? അവര് ഗുഹയിൽ ഉറങ്ങിക്കിടക്കുക. എങ്ങനെയാ ഉറങ്ങണത്? അവരെ കണ്ണിങ്ങനെ തുറന്നു വെച്ചു. ആരെങ്കിലും അവരെ കാണാൻ ഇട വന്നാൽ അവർ പേടിച്ചു പോകും. അത്ര രൂപത്തിലാണ് അവരുടെ നോട്ടത്തിന്റെ ഗൗരവം. ഒന്ന്. രണ്ടാമത്തത്, ആരെങ്കിലും അവര് താമസിക്കുന്ന ഗുഹയുടെ ഭാഗത്തേക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചാൽ ആ ഗുഹാമുഖത്ത് ഗുഹയുടെ മുകളിൽ ഇരിക്കുന്ന നായകനാണ് ഏത് സമയത്തും ചാടി പിടിക്കാൻ തക്ക രീതിയിലാണ് അതിന്റെ യുദ്ധം. ആ നായ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഗുഹാമുഖത്ത് ഗുഹയുടെ മുകൾ ഭാഗത്ത് നായകൻ ഇരിക്കുന്നത് എങ്ങനെ? അതിന്റെ രണ്ട് കൈ അതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എപ്പോ വേണമെങ്കിലും ചാടി പിടിക്കാൻ തക്ക രൂപത്തിൽ. അപ്പൊ ആരെങ്കിലും ആ ഗുഹാവാസികൾക്ക് എന്ത് സംഭവിച്ചു, അവരെ ആക്രമിക്കാനോ മറ്റോ പോകാൻ ആ വഴിക്ക് ഇങ്ങനെ ചെന്നാൽ ആ നായയുടെ ഇരുത്തം കണ്ടാൽ ഒരാളും ആ വഴിക്ക് പോവുകയില്ല. അപ്പൊ അവരുടെ കൊടുത്ത സംരക്ഷണം കണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കുമ്പോ റസൂൽ അല്ലാഹുവിന്റെ കൊടുത്ത സംരക്ഷണം എങ്ങനെ? 2 പ്രാക്കളാണ് അല്ലേ? 2 പ്രാവിനെയാണ് അവർ ഗുഹാമുഖത്ത് ഇരുത്തിയത്. അല്ലേ? ഓക്കെ, 2 സംരക്ഷണം കൊടുത്തത് അങ്ങനെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംരക്ഷണം അവർക്കാണ് കൊടുക്കുമ്പോൾ അവരുടെ നല്ല ആ കിടത്തത്തിൽ ഇങ്ങനെ അവർ ഉറങ്ങുമ്പോ അവരെ ശാരീരികമായി അവർ ശരിക്കും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏതും കൊടുത്തു, സംരക്ഷണം കൊടുത്തു. ആ സംരക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോ അവരെ കണ്ണിങ്ങനെ തുറന്നു വെച്ചു. അതോടൊപ്പം അവരെ ഗുഹയുടെ മുകൾ ഭാഗത്ത് നല്ല ഒരു നായ, കണ്ടാൽ ഇങ്ങനെ നരിയപ്പെടുത്തുന്ന നായ. ആ നായ ഇങ്ങനെ ശരിക്കും കാല് വിരിച്ചിട്ട് ഏത് സമയത്തും അവർക്ക് സംരക്ഷണം കൊടുക്കാതെ 24 മണിക്കൂറും കാത്തിരിക്കുക. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുന്നത്. അവർ ഉണർന്നിരിക്കുന്നവരാണെന്നാണ് കണ്ടാൽ തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ഇടഭാഗത്തേക്കും വലഭാഗത്തേക്കും അവരെ അല്ലാഹു തആല ഇങ്ങനെ തിരിച്ചും മറിച്ചും കടത്തിക്കൊണ്ടിരിക്കും. എന്തിനെ തഫ്സീറുകളിലൊക്കെ കാണാം. ഒരേ കടത്തം കിടക്കുമ്പോൾ പല ജീവികളും പല പ്രാണികളും പല ഉപദ്രവകാരികളും അല്ലെ ഭൂമിയുടെ പല കുരുക്കളും അവരെ തിന്ന് നശിപ്പിക്കും. അതൊക്കെ ഇല്ലാതിരിക്കാൻ ഇടക്കിടക്ക് അല്ലാഹു തആല ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതേ സമയത്ത് നല്ല ഉറക്കിലാണവർ. ആളുകൾ കണ്ടാലോ അവര് നല്ല ഉണർന്നു കിടക്കുന്നവരായിട്ടാണ് തോന്നുന്നത്. ആരെങ്കിലും അവരെ ഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്നാലോ 2 കാലുകൾ ഇങ്ങനെ നിവർത്തി നിർത്തിയിട്ട് വല്ലാത്തൊരു ഇരുത്തമാണ് അവരെ നായിരിക്കുന്നത്. ആരെങ്കിലും ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും ആ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടിട്ട് അവർ നിൽക്കുള്ളൂ. അവരെ കാഴ്ച കണ്ടാൽ നായയും ആ നൃത്തമൊക്കെ കണ്ടാൽ പേടിച്ചു ഓടിക്കൊണ്ടിരിക്കും ആരും. അങ്ങനെ ഒരു സംരക്ഷണം അല്ലാഹു ആ സംരക്ഷണത്തിൽ വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലുൻ മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം
قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ഇനി ആ ഗുഹാവാസികളായ ആളുകൾ എത്ര കാലം അവരങ്ങനെ താമസിച്ചു? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം കൊടുത്ത് താമസിപ്പിച്ചതാണ്. ആ താമസിച്ചിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുക, അല്ലാഹു അവരെ മരിപ്പിച്ചിട്ടില്ല. ഒരുപാട് കാലം അവർ ഉറങ്ങിക്കളഞ്ഞു. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നിശ്ചിത കണക്ക് പറയാൻ ദീർഘകാലം അവർ ഉറങ്ങിയില്ല. ليسأل بعضهم بعضا عن المدة التي مكثوها نائمين فأجابهم بعض مكثنا نائمين يوما أو بعض يوم وأجاب بعض منهم من لم يظهر له مدة مقيم نائمين ربكم عالم بمدة مقيم نائمين ففوضوا إليه أن مسألوا فأرسلوا عهدكم. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഖുർആൻ ആ ഗുഹയിൽ താമസിക്കുന്ന ആളുകൾ അവരെ അല്ലാഹു തആല ഉറങ്ങിക്കണം. ആ ഉറങ്ങി കിടക്കുന്ന സഹാബ അസ്ഹാബികൾക്ക് അവര് ഉണർന്നു നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ പറയാം, അല്ല എന്നെ ഞങ്ങൾ ഉറങ്ങിയത്. അപ്പം ചില ആളുകളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇന്നലെയല്ല ഉറങ്ങിയത്. മറ്റു ചില ആളുകൾ 2-3 ദിവസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിരിക്കുന്ന മനസ്സിന്റെ ഒരു സന്തോഷമാണ്. ഒരു പക്ഷേ അവർ 300 വർഷം പറഞ്ഞു, ഒരു പക്ഷെ അവർ 100 വർഷം പോയി. അത്രയും വർഷം ആ ഗുഹയിൽ അല്ലാഹു തആല അവർക്ക് സംരക്ഷണം കൊടുത്തിട്ട് അവർ ഉണർന്നു നോക്കുമ്പോൾ അവർക്കുള്ള മാനസികാവസ്ഥ എന്താണ്? അവരൊരു രോമത്തിന് തകരാറ് പറ്റിയില്ല, അവരൊരു തൊലിക്ക് കേടുപറ്റിയില്ല, അവരൊരു പല്ലിന് കേടുപറ്റിയില്ല, അവരെ ഏതെങ്കിലും സംഗതിക്ക് ഒരു വിഷമം അവർക്ക് പറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ സംരക്ഷണത്തിന്റെ രീതിയാണ് അതാ. നമ്മളിപ്പോ കബറിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ, ചില ആളുകളെ കബറ് തുറന്നു നോക്കുമ്പോൾ ശരീരത്തിന് ഒരു കേടുമില്ലാതെ കണക്കൂടാം, അല്ലേ? ശരീരത്തിന് ഒരു കേടുമില്ലാതെ കണക്കും. ഇപ്പൊ നമ്മളെ ശാസ്ത്രവും ബാക്കിയൊക്കെ ആയിട്ട് മറ്റേ ആളുകളൊക്കെ വന്ന് നോക്കുമ്പോൾ അതിനൊരു നിഷേധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ സ്വഹാബാക്കളെ മറവ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എന്ത് വന്നു? ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു. ആ വെള്ളപ്പൊക്കം ഒന്നായിട്ട് ഒഴുകി. ആ ഒഴുകിപ്പോയ കൂട്ടത്തിൽ മണ്ണ് ഒഴുകിപ്പോയപ്പോൾ ചില ആളുകളെ കാല് പുറത്തു കണ്ടു. ആ പുറത്ത് കണ്ടപ്പോ സ്വഹാബാക്കളെ കാല് നോക്കിയിട്ട് പഴമക്കാർ പറഞ്ഞു, ഇത് ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളെക്കാരാണ്. നമ്മളെ ഈ ഒരു കുടുംബത്തിൽ ഒരു വാപ്പാനിന്മാരൊക്കെ മക്കള് ഏകദേശം പല വിഷയത്തിലും എന്തുണ്ടാകും? അതാണ് DNA ടെസ്റ്റ്. ഈ DNA ടെസ്റ്റ് എന്താണ്? ഇനി ഏത് രക്തബന്ധത്തിൽപ്പെട്ട ആളാണെന്നുള്ള പരിശോധന. അത് ശരീരത്തിന്റെ തൊലി, രോമങ്ങൾ പലത് കണ്ടാലും പറ്റും. സ്വഹാബാക്കൾ ചിലരുടെ കാലിനെ പുറത്ത് കണ്ടപ്പോൾ പഴമക്കാർ പറഞ്ഞു, ആ കാലി ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളതാണ്. അത്രയും ഒരുക്കത്തില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര ആളുകൾ ചരിത്രമുണ്ട് കബറിൽ. ഇപ്പൊ അടുത്ത കാലത്ത് റോഡ് വിശാലമാക്കാൻ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ കബറിന്റെ മണ്ണ് നീക്കിയപ്പോൾ കബറിൽ കിടക്കുന്ന ആളൊന്നും സംഭവിക്കാത്ത രീതിയിൽ കിടക്കണം. ഇവിടെ കണ്ടതുകൾ 300 കൊല്ലം ഗുഹാവാസികൾ അവിടെ കടന്നു. മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അത്ഭുതങ്ങള് വളരെയധികം പറയാൻ. ഇപ്പൊ നമ്മളെ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ആളാണ് മടവൂർ ഷേഖ്, അല്ലേ? അല്ലാഹു ദറജയേറ്റിട്ടുണ്ട്. ചില സമയത്തൊക്കെ വാതിലാൻ അടച്ചിട്ട് എത്ര ദിവസം നിന്നു? മടവൂർ ഷേഖിന് എത്ര ദിവസം വാതിൽ തുറക്കാതെ കിടന്നു? മാസങ്ങളോളം. മടവൂർ ഷേഖിനുടെ കടത്തം, ഒറ്റ കടത്തം.
വാതിൽ തുറക്കുന്നില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക അവസ്ഥ കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം അസ്ഹാബുൽ കഹ്ഫ് അവിടെ കടന്നു. അവര് ഇടക്കും ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കും, കിടക്കും അങ്ങോട്ട് മറിഞ്ഞു. ആ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് എന്തിനാണ്? അതവരുടെ ശരീരത്തിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വ്യായാമമാണ്. അവരുടെ ശരീരത്തെ മറ്റു ജീവികൾ നശിപ്പിക്കാതിരിക്കാൻ കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ്. അങ്ങനെ ആ ഗുഹാവാസികൾ 300 അല്ലെങ്കിൽ 100 അവര് കബറിൽ എഴുന്നേറ്റിട്ട് അവരാ ഗുഹയിൽ നിന്ന് ഉണർന്നിട്ട് എന്താ പോലെ പറഞ്ഞത്, അവര് തമ്മിൽ എന്താണ് ആ വിഷയത്തെ പറ്റി പറഞ്ഞത്? എന്താ അവര് പറഞ്ഞത്? അക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ലെ എത്രയായി നമ്മൾ ഈ ഗുഹയിൽ കിടക്കുന്നത്? അപ്പൊ അവരെന്ത് പറഞ്ഞു? യൗമൻ ഔ ബഅദ യൗമൻ ഔ ബഅദ ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ ഞങ്ങൾ ഒരു ഉച്ച വരെ കിടന്നു, അല്ലെങ്കിൽ ഒരു ദിവസം. അത്ര ചെറുതായവർക്ക് തോന്നിയുള്ളൂ, അത്ര ചെറുതായ തോന്നിയുള്ളൂ. ഒരു ദിവസമോ പകുതി ദിവസമോ. ഇതാണ് കബറിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ. നമ്മളെ മുൻഗാമികൾ മരിച്ചു പോയിട്ട് എത്രയായി? അവരൊക്കെ കബറിൽ എത്രയോ കാലം കാണുന്നു. ഇനി കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇതാ ദുരിതത്തിലുള്ള കബറിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്ക് തോന്നാൻ അല്ലാഹ് ഇത്ര വേണം നമ്മൾ എഴുന്നേറ്റു. ഇന്നലെയല്ലേ അവർ ഇവിടെ വന്ന് കളഞ്ഞത്, ഇന്നലെയല്ലേ ഇവിടെ വന്ന് കളഞ്ഞത്. അതാർക്ക് തോന്നുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെ കബറാണ് എങ്ങനെയാണ്? അവരെ മണ്ണറ എന്താ നമ്മൾ പറയുന്ന ഒരു ആലങ്കാരികമായി പറയുന്ന മണ്ണറ മണിയറയാക്കാന്ന് അല്ലേ? അതാണ് നിന്റെ മണ്ണറ നീ മണിയറയാക്കിക്കോ. പുരാപ്പുറ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്ന. പുരാപ്പുറക്ക് അറിയുന്നൊക്കെ വരാൻ തോന്നും. നിങ്ങളൊക്കെ അറിഞ്ഞ ആൾക്കാര് പുരാപ്പുറക്ക് അറിയാൻ പോയാൽ പിന്നെ അവിടെ പോരാൻ തോന്നൂല. അതിന്റെ ആ സന്തോഷത്തിലും സുഖത്തിലും മനുഷ്യന്റെ അവസ്ഥയാണ്. അതാ കബറിൽ കിടക്കുന്ന വിശ്വാസി പോലെ ആരെ പോലെയാണ്? പുരാപ്പുറയെ പോലെയാണ്. അപ്പൊ 100 കൊല്ലം കബറിൽ കളഞ്ഞു, 1000 കൊല്ലം കബറിൽ കളഞ്ഞു. അവർ എഴുന്നേറ്റാൽ അവർക്ക് എന്തേ തോന്നുള്ളൂ? നമ്മളിപ്പോ ഇന്നലെയല്ലേ ഇവിടെ വന്നത് എന്തേ തോന്നുള്ളൂ, നമ്മൾ മിനിഞ്ഞാന്നല്ലേ ഇവിടെ വന്നത് എന്നേ തോന്നുന്നു. അതാണ് അസ്ഹാബുൽ കഹ്ഫിന് തോന്നിയത്. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം ഗുഹയിൽ കളഞ്ഞിട്ട് അവർക്ക് തോന്നിയത് എത്ര? നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ സംരക്ഷണം, അല്ലാഹുവിന്റെ സംരക്ഷണം, അല്ലാഹുവിന്റെ സഹായം. അത് നമ്മൾ വിചാരിച്ച നെല്ലേ അല്ല. നമ്മൾ നമ്മുടെ അനുഭവം നമ്മുടെ പരിചയമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ. അപ്പൊ നമുക്ക് അല്ലാഹു തആല നൽകുന്ന സംരക്ഷണം അതാണ് റബ്ബിന്റെ സഹായം. റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാൻ തോന്നുന്നത് അത് നമ്മൾ ആരും വിചാരിക്കാത്ത റൂട്ടിലൂടെയാണ്. അത് ചിലന്തി വല കെട്ടിയിട്ട് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കും. മാടപ്പുറാക്കളെ കൊണ്ട് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കും. കണ്ടോ? അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു തആല എന്തായി? ഒരു നായയെ അവരുടെ ഗുഹയുടെ മുകളിൽ ഒരു നായയെ ഇരുത്തിയിട്ട് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കും. കണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷണം. ഒരു സ്വഹാബി വഫാത്താകുമ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അദ്ദേഹം ശത്രുക്കളിലേക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഞാൻ ഷഹീദായ ശത്രുക്കൾ എന്റെ ശരീരം തുടരുന്നേ. മരിച്ച ഡെഡ് ബോഡിയെ ചില ആളുകൾ എന്താക്കും? വികൃതമാണ്. ജൂതന്മാരെ മുഴുവൻ ചെയ്തതാണ്. ജൂതന്മാര് മുസ്ലിമുകളുടെ ഡെഡ് ബോഡി എന്തായി? വികൃതമാണ്. അത് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്, സഹിക്കാൻ കഴിയാത്ത കാര്യം. ഇനിയിപ്പോ നമ്മൾ തന്നെ ഒരു ജീവിനെ കൊന്നു, ഒരു ജീവനെ കൊന്നു, ഒരു പാമ്പ് നമ്മൾ അക്കരെ നിൽക്കാത്ത ഒരു പാമ്പ്. അപ്പൊ പാമ്പിനെ നമ്മൾ എന്തായി? ഒറ്റ അടി പാമ്പ് ചത്തു, മതി. അത് ഏത് പാമ്പിനെ കൊണ്ടുപോയി കുറിച്ചില്ല അടി കൊടുക്കാം അല്ലേ? അല്ലാതെ പിന്നെ ആ പാമ്പിനെ എന്താക്കുക? പാമ്പിനെ കുരുട്ടി ചതച്ച് നാശമാണ്. അത് ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യാൻ പാടുണ്ടോ? ഡെഡ് ബോഡിയോട് ഏത് കാണിക്കാൻ പാടില്ല? ആ ക്രൂരത കാണിക്കാൻ പാടില്ല. ഏത് ജീവി, നമുക്കൊരു ജീവി ഉപദ്രവമുള്ള ജീവിയാണെങ്കിൽ കൊല്ലേണ്ടി വരും. പക്ഷെ ഒറ്റയ്ക്ക് കൊടുത്തു, അത് ജീവൻ പോയി. പിന്നെ ഇനി അതിനെ കൊണ്ട് ഏത് കാണിക്കാൻ പറ്റില്ല. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞാൻ ഷഹീദായ, ഞാൻ മരണപ്പെട്ട ശത്രുക്കൾ എന്റെ ശരീരം തൊടാൻ കൊടുക്കരുതേ. ശത്രുക്കൾ ഒറ്റയ്ക്ക് കൊണ്ട് എന്ത് ചെയ്തു? ആ സ്വഹാബി ഷഹീദായി.
അദ്ദേഹത്തിന്റെ ശരീരത്തെ വികൃതമാക്കാൻ ശത്രുക്കൾ ഒരുങ്ങിയപ്പോൾ ധാരാളം തേനീച്ചന്റെ വേറൊരു സാധനം ഉണ്ട്, അറിയാത്ത സാധനമാണ്. നമ്മളീ നിലപ്പൊരു കാട്ടിലുള്ള ആളെ നമുക്കതൊക്കെ കാണണം. നിങ്ങളെ പോലെ കോഴിക്കോട് സിറ്റിയിലുള്ളവരെ നിങ്ങൾക്ക് എത്ര പരിചയമുണ്ടോ? ആ അതാവും കാക്കട്ടെ, വല്ലാതെ പരിചയപ്പെടാൻ പറ്റിയ ആൾക്കാരെല്ലാവരും. ഇപ്പോ പിന്നെ കടുന്നൽ എന്താണ്? ആ സ്വഹാബിയുടെ വഫാത്തായി ഷഹീദായി കിടക്കുന്നതോടുകൂടെ അല്ലാഹു അദ്ദേഹത്തിന് ദുആക്ക് ഉത്തരം കൊടുത്തു. എന്താണ്? ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വികൃതമാക്കാൻ അടുത്തെത്തിയതോട് ഒന്നായിട്ട് കടുന്നൽ കൂട്ടം വളഞ്ഞു. ആ ശത്രുക്കളെ മുഴുവൻ കടുന്നലുകൾ കുത്തി ഓടിച്ചു. ഒരാൾക്കും അദ്ദേഹത്തിന്, ഒരു കാഫിർ അദ്ദേഹത്തിന്റെ ശരീരം തൊട്ടിട്ടേ. അല്ലാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചോനെ ഞാൻ ഷഹീദായാൽ എന്റെ ശരീരത്തിൽ ഒരു കാഫിറിനെ കൊണ്ട് തുടയിക്കല്ലേ. നമ്മളൊക്കെ ഇപ്പോ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ എന്താണ്? മരണം ഉറപ്പായി, എന്നാലും നമ്മൾ എവിടെ കൊണ്ടുപോകുക? ഒന്ന് ഐസിയുവിൽ കൊണ്ടുവരാൻ കൊണ്ടുപോകും അല്ലെ? മരണം ഉറപ്പാണ്. ഇനിയിപ്പോ അങ്ങേയറ്റത്തെത്തി അല്ലേ? ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നു, അല്ല സാറേ വെന്റിലേറ്ററിൽ നിന്ന് കിട്ടാൻ എന്താ അവസ്ഥ? ഞാൻ കഥ കഴിഞ്ഞതാണ്. ഈ കൃത്രിമ ശ്വാസത്തിന് അയാൾക്ക് ഹയാത്ത് കിട്ടോ? നമ്മളെ ബോധിപ്പിക്കാൻ അത് ഡോക്ടർമാർ അവരെ പഠിച്ചതുപോലെ ചെയ്യാതിരിക്കൂല. നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടേനല്ലേ. ഓരെ സംബന്ധിച്ചിടത്തോളം ഓര് പഠിച്ച ചികിത്സ ഓരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവര് പഠിച്ച ചികിത്സ അവസാനം വരെ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി അല്ലെ? പക്ഷെ വാപ്പാക്ക് വയസ്സെത്തിനായി, വാപ്പാക്ക് വയസ്സ് 77. ഇനിയിപ്പോ മൂപ്പരെന്താണ് ഈ ഐസിയുവിൽ കൊണ്ടിടാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യം എന്താ? സ്വാഭാവികമായിട്ടും കാഫിരീങ്ങളായ ആളുകളെ മധ്യത്തിൽ നിന്നുകൊണ്ട് മരിക്കുന്നതിന് പകരം മുഅ്മിനീങ്ങളായ മക്കളെ കുടുംബത്തിന്റെ മധ്യത്തിൽ മരിക്കലല്ലേ വേണ്ടത് അല്ലേ? അപ്പൊ അതാ ഒരു കാഫിറിനെ കൊണ്ട് എന്റെ ശരീരം തൊടിയിപ്പിക്കല്ലേ എന്ന് ആ സ്വഹാബി ഷഹീദാകുന്നതിന് മുമ്പ് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഞാൻ ഷഹീദായാൽ എന്റെ ശരീരം ഒരു കാഫിറിനെ കൊണ്ട് തൊടിയിപ്പിക്കല്ലേ. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയെ വികൃതമാക്കാൻ ശത്രുക്കൾ വന്നു. പക്ഷെ ആകെ കടുന്നൽ കൂട്. അല്ലാഹുവിന്റെ സംരക്ഷണം അത് ഉറുമ്പിനെ കൊണ്ടാണോ, തേനീച്ചയെ കൊണ്ടാണോ, പ്രാവിനെ കൊണ്ടാണോ, നായെ കൊണ്ടാണോ? റബ്ബിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ? കണ്ടോ? എന്റെ റബ്ബ് അല്ലാഹുവിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകളെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുന്നതനുസരിച്ച് അവർക്ക് അല്ലാഹു തന്നെ സംരക്ഷണം കൊടുക്കും. അതാണ് ഗുഹാവാസികളുടെ. അത് നമുക്ക് കബറിലുണ്ട്. നമ്മള് കബറിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കബറിലെ പാമ്പുണ്ട്, കബറിലെ തേളുണ്ട്, കബറിലെ പുഴുക്കളുണ്ട്, കബറിലെ മറ്റും. പക്ഷെ അതൊക്കെ കബറിന്റെ ഭൂമിയുടെ അവസ്ഥയാണ്. പക്ഷെ എല്ലാവർക്കും അതുപോലെയാണോ? അല്ലാഹു തആല സംരക്ഷണം. മണിയറയിൽ കിടക്കുന്ന പോലെ കിടക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പോലെ എത്ര കൊല്ലം കിടന്നാലും അവരുടെ ശരീരത്തിൽ ഒരു രോമത്തിന് പോലും കേടുപറ്റിയിട്ടുണ്ടാവില്ല. നമുക്കൊക്കെ ഈമാനിന് അല്ലാഹു ശക്തി തരുമാറാണ്. ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ പതറിപ്പോവുക. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ട് വരും. നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ കുറവ്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പണത്തിന്റെ കുറവ്, എല്ലാത്തിലും ഇല്ലേ? ഇപ്പൊ നോക്കി നിങ്ങൾ, നമ്മളെത്തുന്ന പൈസ ഒക്കെ തന്നെയാണ്, നമ്മളെ പൈസ തന്നെയാണ്. പക്ഷെ നമ്മളെടുത്ത് കയ്യിലുള്ള പൈസ ഇങ്ങനെ തട്ടി മുട്ടി എവിടെയൊക്കെ കയറിയിട്ടാണ് വരുന്നത്? നമ്മളെ കയ്യിലുള്ള നോട്ട് അതേതാണ്? അത് പലിശ മുതൽ കയറി ഇറങ്ങിയതാണ്. ഏത് സംഗതിയും അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇപ്പോഴത്തെ കാലത്തും നേരത്തെ കാലത്തുള്ളത് എന്താണ്? നേരത്തെ ആരുടെ കയ്യിലുള്ളതും നേരത്തെ ആരുടെ കയ്യിലുള്ളതും എന്താണ്? അത് ഹലാലാണ്, പൊരുത്തപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ പൊരുത്തപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും പൊരുത്തപ്പെട്ടതാണ്. ബാങ്കിൽ കയറി ഇറങ്ങാത്ത, പലിശ മുതലിൽ കയറി ഇറങ്ങാത്ത ഒരു നോട്ട് നമുക്ക് നാട്ടിൽ കിട്ടുമോ? കിട്ടൂല. അപ്പൊ
നമ്മളെ എല്ലാത്തിനും രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഒരാൾ പള്ളി ഉണ്ടാക്കി ആ പൈസന്റെ മൂല്യവും ഇന്നത്തെ പൈസയുടെ രണ്ടും ഒരുപോലെയാണ്. അപ്പൊ അതിന്റെ ഒരു കുറവ് ഇങ്ങനെ കാണും എല്ലാത്തിനും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഏത് പ്രതിസന്ധിയെയും തടഞ്ഞു നിർത്താൻ അവരെ ഈമാന്റെ കുവ്വത്ത് അങ്ങനെയാണ്. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബാക്കളോ അടുത്ത കാലത്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ പൂർവികർ. ഇപ്പൊ നിങ്ങൾ നോക്കി, നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. ആ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ വന്നപ്പോൾ ബ്രിട്ടീഷുകാരന്റെ പീരങ്കിയും ബ്രിട്ടീഷുകാരുടെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങളാണ് അവരിൽ തന്നത്. നമ്മളെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പോയ പൂക്കോട്ടുകാർക്കും മലപ്പുറക്കാർക്കും എന്താണത്? ഒരു സംഗതി കയ്യിലില്ല. എന്തെങ്കിലും ആയുധമോ മരം മുറിക്കാൻ പോകുന്ന മഴ ഉണ്ടായിരുന്നു. ചുരുക്കം ചില ആൾക്കാർ മഴുവല്ല, അന്ന് കോടാലിയാണ്. അന്ന് ഏതാണ് കോടാലിയാണ്. പിന്നെന്താണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്? നമ്മൾ വെല്ല ഉണ്ടാക്കുന്ന കത്തി, പഴയ കാലത്ത് അടക്കാൻ ഉണ്ടാക്കുന്ന ചെറിയ കത്തി, അതാണ് പിന്നെ അവരുടെ കയ്യിൽ അല്ലേ. പക്ഷേ അവരുടെ കയ്യിൽ ഈമാന്റെ ശക്തി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധമുഖത്ത് ഒടുങ്ങാമെന്നാണ് ഓർമ്മ. ഒരു സ്വഹാബി കയ്യിലുണ്ടായിരുന്ന വാള് നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന വാള് നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പനയുടെ കൊമ്പെടുത്തിട്ട് അത് കൊടുത്ത് യുദ്ധം ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഇരുന്ന് നമ്മളെ തേങ്ങന്റെ ഇതില്ലേ, തേങ്ങന്റെ കൊല തണ്ടിൽ തേങ്ങ മുഴുവനുള്ളത് ഇതേപോലെ ഏതിനുണ്ടാകും? ഈത്തപ്പഴത്തിനുണ്ടാകും. ഇതേപോലെ ഈത്തപ്പഴം അങ്ങനത്തെ ഒരു സാധനത്തെ റസൂലുള്ളാഹി സ്വഹാബികളെ കൈ കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്തു. വാളിനേക്കാൾ മൂർച്ചയിലാണ് മുക്കൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് യുദ്ധം ചെയ്തു. അപ്പൊ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹുക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടോ, നമ്മൾ അല്ലാഹുവിന്റെ കൂടെ ഉണ്ടോ, അല്ലാഹു കൂടെ നിൽക്കും. അപ്പൊ കിട്ടുന്നത് അതാണ് സഹായം. അപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എവിടെയും നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ തിരിച്ചു കൂടെ നിൽക്കും. അപ്പൊ വെറുതെ ഒരു വർഗം കൊള്ളി, വെറുതെ ഒരു ഓര, അത് വാളായി മാറും. അതാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തരുന്നത്. അപ്പൊ ഇവിടെ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ട്രംപിന്റെ ധിക്കാരം കാണിക്കട്ടെ, മോഡിന്റെ ധിക്കാരം അയാൾ കാണിക്കട്ടെ, മറ്റാൾക്കുള്ള അയാൾ കാണിക്കട്ടെ. പക്ഷെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുമായി നമ്മുടെ ബന്ധം എങ്ങനെ അവിടെയാണ്. ഇന്ന് നമുക്ക് സഹായം പറയുന്ന കാരണമാകുന്നില്ല. നമ്മൾ അള്ളാന്റെ കൂടി ഇല്ല, നമ്മുടെ പടപ്പള കൂടി നമ്മൾ BJP-യിലും ഇല്ല പോലെ സഹായം. എന്നാ പിന്നെ നമ്മള് അള്ളാന്റെ കൂടെ നമ്മളുണ്ടോ? അള്ളാന്റെ സഹായം ഇതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. മുഅ്മിനീങ്ങളായ ആളുകളോട് ഏത് സമയത്തും എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ സഹായമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് കഠിനമായ രോഗമാണോ ശിവ തരേണ്ടവൻ റബ്ബാണ്, കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയാണോ കരകയറ്റം നേരിടവൻ അല്ലാഹുവാണ്, കുടുംബ പ്രശ്നങ്ങളുടെ പ്രയാസമാണോ കരകയറ്റം നേരിടവൻ അല്ലാഹുവാണ്, ഭരണാധികാരികൾക്കുള്ള പ്രതിസന്ധിയാണോ രക്ഷപ്പെടുത്തേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് അവിടെ നിൽക്കണം നമ്മൾ. നമ്മൾ ഈ ഗുഹയിൽ താമസിച്ചത് എത്ര കാലമാണെന്ന് ചോദിച്ചപ്പോൾ ഉറക്കൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ആളുകൾ തമ്മിൽ പറയുകയാണ്, ഇന്നലെയല്ലേ നമ്മൾ വന്ന് കടന്നത്. മറ്റു ചില ആൾക്കാർ പറഞ്ഞു, ഇന്നലെയല്ലോ നമ്മൾ രാവിലെയല്ലേ വന്ന് കടന്നത്. കണ്ടോ, അവർക്ക് ആ ഗുഹയിലേക്ക് പോയ സമയം അത് മുതൽ വൈകുന്നേരം വരെ, ഗുഹയിലേക്ക് പോയ സമയം പിറ്റേന്ന് രാവിലെ വരെ അത്ര സന്തോഷത്തിൽ കടന്നതാണ്. അല്ലാഹു റബ്ബി ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. നമ്മളിവിടെ താമസിച്ചിരിക്കുന്ന യഥാർത്ഥ വർഷത്തിന്റെ കണക്ക് അത് റബ്ബിന് മാത്രമേ അറിയൂ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഒരു പാവമായി എക്കാലത്തേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആൻ അങ്ങനെ സൂറത്തുൽ കഹ്ഫ് എന്നൊരു അധ്യായം തന്നെ. ഇതൊക്കെ എന്താണ്? ഏത് കാലത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. അതൊക്കെ ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ്. ആ
ആവർത്തനത്തിൽ നമ്മൾ ചരിത്രങ്ങളിലേക്ക് പോവുക. അപ്പൊ റബ്ബ് സുബ്ഹാനഹുവിന്റെ സഹായം കിട്ടിയത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈന്തപ്പഴം മട്ടന് കൊടുത്തപ്പോൾ അത് വാളായി മാറി യുദ്ധം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ സഹായം അല്ല. ഷഹീദായി കിടക്കുന്ന അല്ലാഹു തആല കടുന്നൽ കൂടെ. ഇപ്പോൾ നമ്മുടെ ഏതൊരു മക്കാമുണ്ടല്ലോ, ഏത് മക്കാമ്? സ്ത്രീകളാണ് പോയാൽ കടുന്നലിന് മക്കാം. ഷഹീദ് വരും. അവിടെ സ്ത്രീകൾക്ക് പോകാൻ ഒരു പരിധി. ആ പരിധിയിൽ അപ്പുറമുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ കടന്നാൽ അത് മുമ്പേ കാലത്ത് മുമ്പേ വന്നതാണ്. എന്റെ മുമ്പ് കൂടെ ആരാക്കരുത് സ്ത്രീ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇതൊക്കെ എന്തിനാണ് നിലനിർത്തുന്നത്? ഇതൊക്കെ എന്തിനാണ് നിലനിർത്തുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇതൊക്കെ നിഷേധിക്കുന്ന ഇപ്പൊ നമ്മുടെ എവിടെ ഏർവാണിയിൽ പോയാൽ അവിടെ എന്താവും? അവിടെ ശൈത്താൻ അടങ്ങിയിട്ട് പൂക്കലും ആർക്കലും മറ്റൊക്കെ അവിടെ നടക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കി ഒരു വെള്ളിയാഴ്ച പോയിട്ട് നേരെ പോയി എത്ര പെണ്ണുങ്ങൾ ശൈത്താൻ ഇളക്കി പോവുകയാണ്, എത്ര ആണുങ്ങൾ ശൈത്താൻ ഇളക്കി പോവുകയാണ്. എന്നാൽ ആ ശൈത്താൻ ഇളകി വീണിട്ട് ഉരുണ്ട് മറിഞ്ഞു നിൽക്കുന്ന ആരുടെ ഔറത്തും കാണില്ല. ഒരാളെ ഔറത്ത് കാണില്ല. ഒരു പെണ്ണ് അവിടെ വന്നിട്ട് ബാദശാദങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവിടെ വീട് ഉടയാണ്. പക്ഷെ ഒരാൾ ഔറത്ത് കാണും? ഒരിക്കലും. ഒരു പുരുഷൻ അവിടെ കണ്ടിട്ട് ചെയ്താൽ മറിഞ്ഞു പോകുക, ഒരു ഔറത്ത് കാണും. എന്തേ? നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ആകെ വിഷമത്തിലാണ്, എന്തേന്ന്, എനിക്കൊരു രോഗമുണ്ട് നബിയെ. എന്താ രോഗം? ആ രോഗം ചില ആളുകൾക്കുണ്ടല്ലോ, എന്നാൽ പഴയ കാലത്ത് കുറുക്കളി അപസ്മാരത്തിൽ വീണിട്ട് ഇങ്ങനെ. അപ്പൊ ആ രോഗം വന്ന് പറഞ്ഞു റസൂലുള്ളാഹിയുടെ പെണ്ണ്. ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, നബിയെ എനിക്ക് ഇങ്ങനെ രോഗം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ അപസ്മാരമായി വീണു പോവുക. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ നീ ക്ഷമിച്ചോ, നീ ക്ഷമിച്ചോ, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. നീ ക്ഷമിച്ചോ, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. അല്ലാഹു തആല റസൂൽ എപ്പോഴും വന്ന ആളെ ഈമാന്റെ ശക്തി ഒന്നും നോക്കും. അപ്പ പെണ്ണു നബിയെ ഞാൻ ക്ഷമിച്ചോളാം, പക്ഷെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാനിങ്ങനെ അപസ്മാരമായി വീട് തിരിഞ്ഞു മറിഞ്ഞു കളിക്കുമ്പോൾ എന്റെ ഔറത്ത് മറ്റുള്ളവർ കാണുകയും അപ്പൊ ഞാൻ ദ്വാരത്തോളാം, ഔറത്ത് കാണാതിരിക്കാൻ ഞാൻ ദ്വാരത്തോളാം, നിങ്ങൾ ക്ഷമിച്ചോളൂ. അല്ലെങ്കിൽ അള്ളാഹുടെ ശൈത്താൻ ഇളകിയിട്ട് വെക്കുന്ന ആൾക്കാർ ഇബ്രാഹിം ബാദ്ശാ തങ്ങൾ അവിടെ എന്തുണ്ട്? അവിടെ ശൈത്താൻ ഇളകി വെക്കുന്നുണ്ട്, വീടുണ്ട്, കളിക്കുന്നുണ്ട്. ഔറത്ത് കാണും? ഔറത്ത് കാണാതിരിക്കാൻ ഞാൻ ദ്വാരത്തോളാം മുത്തനബി ആ സ്ത്രീയോട് ഏറ്റ കാര്യമാണ്. അത് അതിന്റെ അന്തരാവകാശങ്ങൾ പ്രകടിപ്പിക്കൊണ്ടേ. രണ്ട് കണ്ണ് ശത്രുവിന്റെ അമ്പ് കൊണ്ടിട്ട് കഥാതയുടെ കണ്ണ് ഞാൻ തൂങ്ങിക്കിടന്നപ്പോ ഈ കണ്ണ് നിലത്ത് വീഴുമോ എന്ന് വിചാരിച്ചാണ് കഥാതയുടെ ഒരു കണ്ണ് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് കണ്ണ് ഇങ്ങനെ വെച്ചിട്ടുള്ള സൂറത്താൻ്റെ ചെന്നു. ഇങ്ങനെ ചെന്നു റസൂലുള്ളാഹി ഇങ്ങനെ നിന്നിട്ട് നബിയേ എന്റെ കണ്ണ്, നബിയേ എന്റെ കണ്ണ്. അപ്പൊ റസൂലുള്ളാഹി നിങ്ങൾ കഥാത നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗത്തിലെ കണ്ണ് കിട്ടും. യാ റബ്ബ്, കഥാത നീ ക്ഷമിച്ചോ, സ്വർഗത്തിലെ കണ്ണ് കിട്ടും. അപ്പൊ റസൂലുള്ളാഹിയോട് കഥാത പറഞ്ഞു, നബിയേ ഞാൻ ക്ഷമിച്ചു, ഞാൻ ക്ഷമിച്ചോളാം, പക്ഷെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്തേ കഥാത? ഞാൻ അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞതാണ്. എന്റെ ഭാര്യയും ഞാനും ഒറ്റ എന്റെ പോലെ ഒന്ന് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ മണിയറയിലേക്ക് പോകുന്ന സമയത്താണ് യുദ്ധത്തിന്റെ വെളിയാളം കേട്ടുകൊണ്ട് ഞാൻ പോയിരുന്നത്. നബിയെ, അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരത്തിയായ ഭാര്യന്റെ അടുക്കലേക്ക് ഒറ്റക്കണ്ണനായി ഞാൻ ചെല്ലുമ്പോൾ അത് എനിക്ക് സഹിക്കാം. അവളെ ചെറിയ പ്രായമല്ലേ, അവളെ കൂട്ടുകാരികളൊക്കെ നിന്റെ ഭർത്താവ് ഒറ്റക്കണ്ണനാണല്ലേ എന്ന് ചോദിച്ചാൽ അത് അവൾക്ക് സഹിക്കാൻ കഴിയുമോ നബിയെ? അങ്ങനത്തെ ഒരു പ്രയാസം തങ്ങളോട് പറയാനുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ രണ്ട് വിരലിങ്ങനെ പിടിച്ചു. കത്താതിന്റെ ആ കണ്ണ് ആ റസൂലുള്ളാഹിന്റെ രണ്ട് വിരല് റസൂലുള്ളാഹിന്റെ ഉമിനിയിൽ വിരലിങ്ങനെ പുരട്ടിയിട്ട് റസൂലുള്ളാഹി കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തടവുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഉമിനിയിൽ കൊണ്ട് കണ്ണ് ഒട്ടിച്ചു കൊടുത്തു. അതാണ് ബദർമേന്തിലൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന്റെ സംരക്ഷണം അതൊരു ഉമിനീര് കൊണ്ടുവരും.
അള്ളാഹുവിന്റെ സംരക്ഷണം അത് പല വിധത്തിലും കിട്ടും. കാരണം നിങ്ങൾ വീണ് കുടഞ്ഞ് മറിഞ്ഞ് കളിക്കണ്ടാവുമ്പോൾ പിന്നെ ശൈത്താനെ തലകി, പക്ഷെ അവിടുത്തെ നീങ്ങൂല. അള്ളാഹുവിന്റെ സംരക്ഷണം ഇന്നും ഭൂമിയിൽ നമുക്ക് തെളിവുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അറിയേണ്ടവരാകും, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അതാണ് അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു തആല എന്നും നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അതിന്റെ യഥാർത്ഥ ചരിത്രം നബിയെ ഇതാ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അതങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചത് കണ്ടു നിങ്ങൾ. അവസാനം വകദാലിക ബഅത്നാകും ലിയതസാഅലു ബൈനഹും, അവർ തമ്മിൽ ചോദിക്കാം. ഖാല ഖായിറും മിൻഹും കം ലബിത്തും, എത്രയാണ് നമ്മൾ ഈ ഗുഹയിൽ താമസിച്ചത്? ഖാലു ലബിത്നാ യൗമൻ ഔ ബഅദ യൗം. കണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിന്റെ വത്തഖു നമ്മുടെ ഈമാനിന് ശക്തി തരുമാറാകട്ടെ. പക്ഷെ നമ്മളൊക്കെ എന്ത് കാണണം? നമ്മളൊക്കെ സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അല്ലാഹ് എന്നൊരു ചിന്തയും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴമക്കാർ അനുഭവിച്ച അത്ര ബുദ്ധിമുട്ടോ വിഷമൊന്നും ഇല്ലാത്ത കാലം തന്നെയാണ്. പഴമക്കാർക്ക് ശരിക്കും ഒരു ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ട കാലങ്ങൾ നമുക്കെന്താ അങ്ങനെ ഉണ്ടാവും? നമ്മൾ സുഖരൂപതയിലാണ്. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ പലതും വരും, അതൊക്കെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വാലിഹീങ്ങൾ. അതുകൊണ്ടാണ് ഖുർആൻ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ മുസ്ലിം ആയാൽ പോരാ, നമ്മൾ ആരൊപ്പം നിൽക്കണം? സ്വാലിഹീങ്ങൾ ഒപ്പം നിൽക്കണം. സ്വാലിഹീങ്ങൾക്ക് എന്തൊക്കെ പറ്റി? സ്വാലിഹീങ്ങൾക്ക് എന്തൊക്കെ പറ്റി? ശത്രുക്കൾ വാളുമായിട്ട് ഇങ്ങനെ ഓടി പുറകിൽ കൂടിയപ്പോ അള്ളാഹുവിന്റെ നബിമാരിൽ വെച്ച ഒരു നബി ഓടിയാണ് പോകുമ്പോൾ ശത്രുക്കൾ വാളുമായിട്ട് വേഗം നിൽക്കാൻ ഒപ്പം വരികയാണ്. അപ്പൊ ഒരു മരത്തിന്റെ അടുത്തെത്തിയ സമയത്ത് ആ മരം പിളർന്നിട്ട് ആ നബിനെ ഉള്ളിൽ കാണുകയും മരം പിളർന്നിട്ട് നബി ആ മരത്തിന്റെ ഉള്ളിൽ കാണുക. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾ യാതൊരു പോയി യാതൊരു ആവശ്യമില്ല. അപ്പൊ പരിസരത്തെ എവിടെയില്ല. ഈ സംരക്ഷണം അല്ലാഹു നൽകുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമ്മളാരും കണക്കാക്കാൻ മതിയല്ല. ചിലപ്പോ ഒരു മരത്തെ കൊണ്ടായിരിക്കും, ചിലപ്പോ ഒരു ഉറുമ്പനെ കൊണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഏത് സുലൈമാൻ നബി അലൈഹിസ്സലാം പിന്നെ പട്ടാളങ്ങനെ പുറപ്പെടുമ്പോ ഉറുമ്പ് വിളിച്ചു പറഞ്ഞല്ലോ, ഉറുമ്പിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞു, ഇതാ എല്ലാവരും അവരവരെ മാളത്തിലേക്ക് തന്നെ പോയിക്കോളി, സുലൈമാൻ നബി പട്ടാളം വരുന്നുണ്ട്, അവരറിയാതെ നിങ്ങൾ ചവിട്ടിപ്പോയാൽ നിങ്ങൾക്ക് അപകടം പറ്റും, എല്ലാവരും അവരവരെ മാളത്തിൽ തന്നെ ഇരുന്നോളി. ഓരോ ജീവികൾക്കും അതിൻ്റെതായ ഒരു അറിവുണ്ട്. റോഡ് സൈഡിൽ കടന്നുറങ്ങുന്ന നായ, ഒരു ബൈക്കാരൻ അതിനെങ്ങനെ പോകാണിച്ചാൽ നായ സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ബസ് വരാണിച്ചാൽ നായ വരുന്ന കാണിക്കാം. കാരണം നായക്കാരല്ല, ബൈക്കാരനപ്പുറത്ത് കൂടെ പോകാം, ബസ് ഏത് ജീവിക്കും അതിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു വിവേകം അത് ആ ജീവികൾക്കൊക്കെ ഉണ്ട്. ഞങ്ങളെ ഒരു സംഭവത്തിൽ കാണാൻ അല്ലേ, ഒരു സ്വഹാബി പേരൊക്കെ ഉണ്ട്. ആ സ്വഹാബി ഇങ്ങനെ യാത്ര ചെയ്ത് പോകാം മലയോരത്തിൽ. അപ്പൊ നോക്കുമ്പോൾ ഒരു കരടി പുലി പോലത്തെ ജീവി അപ്പൊ ആ വന്യമൃഗം അതിനോട് കണ്ടപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, റസൂലുള്ളാഹി, അള്ളാഹു റസൂൽ പറഞ്ഞയച്ചിട്ട് പോണ ആളാണ് ഞാൻ. ഞാനാണ്. റസൂൽ താന്റെ പേര് കേട്ടപ്പോൾ ആ മൃഗം എന്തായി? ഒപ്പത്തിനെ നടന്ന് വഴി കാണിച്ചു. അള്ളാഹുവിന്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവരെ കൂടെ അള്ളാഹു നിൽക്കും. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റേതാണ്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്നോ ആ ജീവികളൊക്കെ നമുക്ക് വഴിപ്പെടും.
അല്ലാഹു തആല നമുക്ക് വഴിപ്പെടുത്തി കിട്ടാത്ത ഒരു ജീവിയെയും അല്ലാഹു തആല പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആരെ കൂടെ നിൽക്കണം? അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. അല്ലാഹു നമ്മുടെ ഈമാനിന്റെ ശക്തി നൽകുന്നു. അർഹമുർ റഹീമേ, ഖൈറായതിന് തൗഫീഖ് നൽകണം. വിശുദ്ധ റമദാൻ ശരീഫ് ഒരുപാട് അകലെ നമ്മുടെ വീട്ടു മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലേ? ശഅബാൻ 18 കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. എല്ലാവരും നോമ്പെടുത്തു. നോമ്പെടുത്തു. അൽഹംദുലില്ലാഹ്. ഞാൻ ഇപ്രാവശ്യം പറയാത്തിന് 2 നോമ്പെടുത്തു. അതിന്റെ ഭാര്യ പറഞ്ഞു സാധാരണ 2 യാസീൻ ഓതാൻ പറയും, 2 നോമ്പുമാണ്. ഞാന് ദുബായി പോയി നോക്കുമ്പോ അവിടെ പിന്നെ ഷാബാൻ 15 വെള്ളിയാഴ്ച. അപ്പൊ അവിടെ വെള്ളിയാഴ്ച രാവിലെ ഭയങ്കരമായ യാസീൻ നോമ്പൊക്കെ വെള്ളിയാഴ്ച ആവും. വെള്ളിയാഴ്ച രാത്രി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ശനിയാഴ്ച ഇവിടെ നോക്കുമ്പോൾ പണി നോക്കാം. അപ്പൊ ഈ കൊല്ലം പളാത്തിന് നോക്കാൻ എത്ര കിട്ടി? 2 കിട്ടി. അപ്പാവ് എല്ലാം ആഴ്ചാക്കി തരണം. അപ്പാവ് എല്ലാം ഇരട്ടി തരട്ടെ. അപ്പോ നമ്മളെ കപ്പാക്കിനോട് ആക്ഷയം ഇനി ഉള്ള ദിവസങ്ങൾ നമ്മൾ നല്ല പോലെ ഈ കോഴിക്കോട് താമസിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ ഈ ഭക്ഷണത്തിന്റെ ദൂർത്ത് കുറച്ച് കുറക്കണത് നല്ലതാണ്. ഈ റമദാനുണ്ടാകുമ്പോ ഇവിടെ കുറച്ച് പൊരിയും കരി ഇറങ്ങാൻ അല്ലേ ഭയങ്കര ഇപ്പൊ നിങ്ങളെ കണ്ടും ഞങ്ങളുടെ നാട്ടിലൊക്കെ തുടങ്ങി ഒരു മിതമായ ഭക്ഷണം. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ 45% വരുന്ന ആളുകൾക്കും ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പൊരിച്ചതും കരിച്ചതുമൊക്കെ ആയ ഭക്ഷണത്തിന്റെ ഉപയോഗം ഒരു ദിവസം നമ്മൾ കുറെ പലഹാരം ആ കുറെ പലഹാരം ചുരുക്കി എത്രണ്ണാക്കി മാറ്റാം? എത്രണ്ണാക്കി മാറ്റി? എത്രണ്ണാക്കി മാറ്റാന്ന് പറ്റുമ്പോ പിന്നെ അങ്ങനെയാണ് അല്ലേ? ഡോക്ടർ പറഞ്ഞൊരു രോഗിയോട് അല്ലേ ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞു. പിന്നെ കഴിച്ചു. പിന്നെ ഞാൻ 2 ആഴ്ച വന്ന് നോക്കുമ്പോ എത്ര ചപ്പാത്തി കഴിക്കാൻ ചോദിച്ചു. 12 കഴിക്കും. അപ്പൊ അത് 5 ആക്കാൻ പറഞ്ഞു. പിറ്റേത്തെ വന്നപ്പോ ഇപ്പൊ എത്ര കഴിക്കണ്ടു? ഇപ്പൊ 5 എന്നാ ഞാൻ 2 ആയിക്കല്ലേ. 2 അപ്പോഴാ ഇയാൾ പറഞ്ഞത് സാറെ 5 ആക്കി ഇന്നൊരു വേവ് പാകാറില്ല. പിന്നെങ്ങനെ 2 ആക്കിയത്? അപ്പൊ 10 5 ആക്കിയത്. പിന്നെ 5 ഏതാക്കണം 2 സാധനം കുറക്കണില്ല. ഈ എണ്ണത്തിൽ എന്താക്കണുള്ളൂ? വണ്ണത്തിൽ കൂട്ടിയിട്ടാവുള്ളൂ. നമുക്ക് ആരോഗ്യത്തിന് സംരക്ഷണം നൽകാൻ വളർത്തായിട്ട് ഒന്ന് ശ്രദ്ധിക്കണില്ല. അധിക ഭക്ഷണം അത് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗികളാക്കുന്നു. ഒരു മാസക്കാലത്ത് നോമ്പ് നമുക്ക് ആഖിറത്തിന്റെ സമ്പാദ്യമാണ്, ദുനിയാവിന്റെ സമ്പാദ്യമാണ്. ദുനിയാവിന്റെ സമ്പാദ്യം നമ്മുടെ ആരോഗ്യം എത്രയോ വർദ്ധിക്കും. അള്ളാഹു ഖൈർ നൽകും. അള്ളാഹു അള്ളാഹു ഖൈർ നൽകുമാറാണ്. നമുക്ക് വലിയ ആരോഗ്യം തരും. പക്ഷെ നമ്മൾ പകല് ഒരു കുറഞ്ഞ സമയം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് രാത്രിയാണ് കഥാവുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ അത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് അവരുടെ നിങ്ങൾ നോമ്പിന്റെ തലയാഴ്ച പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു കുളിർമ വരുന്നു. നമ്മൾ ഊട്ടിക്കൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ എന്താണ്, ഊട്ടിക്കാൻ ചെന്നാൽ അവിടെ നല്ല തണുപ്പ്, നല്ല ആ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ഒരു നല്ല നീര്, ഒരു നല്ല തണുപ്പ്, ഒരു നല്ല തണല്, ഒരു നല്ല കുളിർമ എന്ന പോലെ റമദാനിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുളിർമയുടെ ഒരു വസന്തകാലം വരുന്നു, ഒരു സന്തോഷമുള്ള സമയം വരുന്നു. അപ്പൊ റമദാനിന്റെ എല്ലാം അടുത്ത ഭാവിയാണ്. ഭാവി എന്താണ്? നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുക. അതാണ് അസ്തരുക്കൾ ജന്ന വാഴുലഭിക്കമെന്ന 4 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. അല്ലാഹു തആല 4 കൊണ്ടും നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒട്ടേറെ ആളുകൾ മരണപ്പെട്ടു പോയവർക്കെല്ലാം ദുആ ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. റമദാൻ ശരീഫോടുകൂടെ നമ്മൾ സാധാരണ ക്ലാസ് നിർത്തി റമദാൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീണ്ടും ആരംഭിക്കാറുള്ളത്. അടുത്ത 3 വർഷത്തേക്കുള്ള നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ പുതിയത് വന്നില്ല. മമ്മൂക്ക ചെയർമാൻ, പിന്നെ
പിന്നെ കൺവീനർ, പിന്നെ നമ്മളെ മാലിക് ഫൈനാൻസ് 30 കോടി കാണുന്നത് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നു. അപ്പോ പുതിയ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നു. അൽഹംദുലില്ലാഹ് പുതിയ കമ്മിറ്റിക്കാർക്ക് പഴയ ആൾക്കാരിനാണ് പുതിയത് വരിക, ഒക്കെ അങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അല്ലേ. പണ്ടേ ഈ എവറടി ടോർച്ചാണ് പണ്ട് അതിങ്ങനെ കുറെ കുടിച്ചാൽ പിന്നെ മുന്നിലെ ബാറ്റിലെടുത്തിട്ട് ഇല്ലേ, ഇങ്ങനെയാണ് കമ്മിറ്റി ചേഞ്ചാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനെ കമ്മിറ്റിയൊക്കെ പുതുതാക്കി നല്ല പ്രവർത്തനത്തിന് രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കണം. ഒന്ന്, എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ സമയത്ത് ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ പ്രവർത്തനത്തിന് അവസരം കിട്ടിയ സമയത്ത് പ്രശ്നങ്ങളുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് നന്നാക്കി കൊണ്ടുപോകാൻ തീരുമാനിക്കാം. അങ്ങനെ രണ്ട് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് ഏതൊരു പുതിയ കമ്മിറ്റി വന്നാൽ. മനസ്സിലായി? അപ്പൊ അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിന്റെ വലിയ സഹായം നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. കല്ലായി വിരിച്ച് പ്രവർത്തകൻ ഷാനിദിന്റെ ഉമ്മ ഉഷാ വീട്ടിൽ സൈലമി മരണപ്പെട്ടില്ലേ. അള്ളാഹു നീ മഹ്ഫറത്ത് നൽകണേ അല്ലാഹ്. വാരാട്ട് സിയാദ് അള്ളാഹു നീ മഹ്ഫറത്ത് നൽകണേ അല്ലാഹ്. പ്രവർത്തകൻ മുസ്തഫയുടെ ഭാര്യ സുഹറ അള്ളാഹു നീ മഹ്ഫറത്ത് നൽകണേ അല്ലാഹ്. മനാഫ് കുണ്ടങ്കലിന്റെ ഉമ്മയുടെ ആണ്ട് അള്ളാഹു റബ്ബി നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഇടിയങ്ങര കാസി മസ്ജിദ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്നിവരുടെ 40ന്റെ ദിവസം അള്ളാഹു നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഷമീർ മുച്ചുദ്ദിയുടെ വലിയുമ്മയുടെയും വലിയുമ്മയുടെയും ആണ്ട് അള്ളാഹു നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രത്യേക പ്രാർത്ഥനയോടെ ദുആ ചെയ്യും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله مالك الملوك يا الله ഖാലിഖും റാസിഖുമായ അല്ലാഹ്. ഞങ്ങളെല്ലാവരും, ഞങ്ങളെ മാതാപിതാക്കളും ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ രക്തബന്ധ വിവാഹ ബന്ധത്തിൽപ്പെട്ടവരും ഞങ്ങളെ കൂട്ടുകാരും സ്നേഹിതന്മാരും ഞങ്ങളെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. പുറത്തു തരണേ അല്ലാഹ്. കഴിഞ്ഞതെല്ലാം നീ മാപ്പാക്കണേ അല്ലാഹ്. കഴിഞ്ഞതെല്ലാം മായ്ച്ചു കളയണേ അല്ലാഹ്. ഇനി അങ്ങോട്ട് നല്ല ജീവിതം നൽകണേ അല്ലാഹ്. നല്ല ഇബാദത്തിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്. നല്ല കുടുംബജീവിതം നൽകണേ അല്ലാഹ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഞങ്ങൾക്ക് നീ അഫ്വ നൽകണേ അല്ലാഹ്.
ചെയ്യാൻ പോകുന്നതിനോട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. വല്ലതും ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ അല്ലാ. കുറച്ചവനെ ഞങ്ങളെല്ലാവരുടെയും ഉമ്മമാരും ഉപ്പമാരും ഉസ്താദുമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ജ്യേഷ്ഠന്മാരും അനുജന്മാരും സഹോദരിമാരും അല്ലാഹുവേ ഞങ്ങളെ രക്തബന്ധ വിവാഹ ബന്ധത്തിലുള്ളവർ ഞങ്ങളുടെ പേര് വായിച്ചവരും അല്ലാത്ത ഞങ്ങൾ ഈ ക്ലാസ്സിൽ വന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് എത്രയോ ആളുകൾ നിന്റെ ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടല്ലോ. നീ അവർക്ക് തണലാകണേ അല്ലാ. നീ അവർക്ക് തുണയാകണേ അല്ലാ. നീ അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാ. നീ അവർക്ക് ഖുതുഫ് നൽകണേ അല്ലാ. അല്ലാ ഖബറാകുന്ന വീട്ടിൽ ഒറ്റക്ക് കിടക്കുന്ന ആളുകൾക്ക് കുറച്ചവനെ നീ സംരക്ഷണം നൽകണേ അല്ലാ. അസ്ഹാബുൽ കഹ്ഫിനെ രക്ഷപ്പെടുത്തിയവേ ഖബറാളികൾക്ക് നീ പ്രത്യേക തണലാകണേ അല്ലാ. അർഹമർ റഹീമേ ഞങ്ങളും ഒക്കെ മരിച്ചു ഖബറാകുന്ന വീട്ടിൽ കിടക്കേണ്ടി വരുമ്പോ കുറച്ചവനെ ഇതുപോലെ ഞങ്ങളെയൊക്കെ ഓർത്ത് ഓർത്ത് ദുആ ചെയ്യുന്ന കൂട്ടുകാരും കുടുംബങ്ങളും മക്കളെ നിലനിർത്തണേ അല്ലാ. ആരുടെ ദുആയും കിട്ടാത്ത പാപികളെ ഖബറിലാക്കരുതേ അല്ലാ. ആരുടെ സലാമും കിട്ടാത്ത തമ്മാടികളെ ഖബറിലാക്കരുതേ അല്ലാ. ആരുടെ യാസീനും കിട്ടാത്ത വഹാബി മുജാഹിദ് ബിദ്അത്ത് ഖബറിൽ കിടക്കേണ്ട ഹതഭാഗ്യരാക്കരുതേ അല്ലാ. അല്ലാഹ് 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 വർഷങ്ങളായി ഈ പള്ളിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ പഠന ക്ലാസ്സിൽ ഇതിന്റെ കമ്മിറ്റി ഇതിന്റെ വന്നു ചേരുന്ന ആളുകൾ എത്രയോ ഉമ്മമാര് നേരത്തെ വന്ന് കൃത്യമായി ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരുണ്ട്. എത്രയോ പുരുഷന്മാർ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൽമിന്റെ മജ്‌ലിസിന്റെ പൊരുത്തം കൊണ്ട് നീ ഖൈർ നൽകണേ അല്ലാ. നല്ല മനസ്സ് നൽകണേ അല്ലാ. കാഴ്ച ശക്തിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ. സംസാര ശേഷിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച കൂട്ടത്തിൽ എത്രയോ രോഗികളുണ്ട്. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗികളാക്കി പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ ക്യാൻസർ പടർന്ന് പിടിക്കുകയാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട പല ആളുകൾക്കും ക്യാൻസറിന്റെ സംശയം പറഞ്ഞ് മനോവിഷമത്തിൽ കഴിയുന്നവരുണ്ട്. ശിഫാ നൽകണേ അല്ലാ. അടുത്ത ടെസ്റ്റ് അതൊക്കെ ശിഫയായിരിക്കുന്നു എന്ന റിപ്പോർട്ട് നൽകണേ അല്ലാ. ശരീരത്തിൽ നിന്ന് അല്പം കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ച് വിഷമിച്ച് കാത്തിരിക്കുന്നവർക്ക് ശിഫാഇന്റെ റിപ്പോർട്ട് നൽകണേ അല്ലാ. ശിഫാഇന്റെ റിപ്പോർട്ട് നൽകണേ അല്ലാ. ശിഫാഇന്റെ റിപ്പോർട്ട് നൽകണേ അല്ലാ. പടച്ചവനെ മക്കളെ സംരക്ഷിക്കാൻ ഉമ്മമാർക്ക് രോഗം വരുന്നുണ്ട്. ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കണം. ബാപ്പമാർക്ക് രോഗം വരുന്നുണ്ട്. നീ കാവലാകണേ അല്ലാ. പടച്ചവനെ രോഗം വന്ന് വിഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടി കലക്ഷൻ പിരിവെടുക്കേണ്ട ഒരു ഗുരുതരാവസ്ഥ നൽകരുതേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്ത രോഗം നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ ശരീരത്തിന്റെ ഒരു അവയവം മുറിച്ചു കളയേണ്ട രോഗം തരല്ലേ അല്ലാ. മാറ്റി വെക്കേണ്ട രോഗം തരല്ലേ അല്ലാ. ഭർത്താവും ഭാര്യയും അതേപോലെ തന്നെ ചേർന്നുകൊണ്ട് ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ഭാര്യ പോകുന്നു, ഭർത്താവ് പോകുന്നു, മകൻ പോകുന്നു. അപ്പോ അവരെ ഉംറ നീ കബൂലാക്കണേ അല്ലാ. റാഹത്തുള്ള യാത്രയാക്കണേ അല്ലാ. സന്തോഷമുള്ള യാത്രയാക്കണേ അല്ലാ. പടച്ചവനെ ഉംറ നിയത്ത് ചെയ്ത ആളുകൾക്ക് റാഹത്തായി ചെയ്തു വരാൻ ആവതാക്കണേ അല്ലാ. ഒരു സഹോദരി ഉംറക്ക് പോകുന്ന വിഷയം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. അല്ലാ ഖൈറായ യാത്രയാക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ കഅബത്തിന്റെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ മദീനത്ത് പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഉംറക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാ. ഇപ്പോൾ പ്ലാൻ ചെയ്തവർക്ക് ഇപ്പോൾ തന്നെ പോകാനാവതാക്കണേ അല്ലാ. അല്ലാത്തവർക്ക് അടുത്തടുത്ത സമയത്ത് പോകാനാവതാക്കണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ എത്തിക്കൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് മുത്തുനബിയുടെ ശഫാഅത്തിന് അർഹനായി തിരിച്ചു വരാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹനായി തിരിച്ചു വരാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈമാനിന്റെ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈമാനിലായി ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാവിധ
വസ്വാസി രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ മാനസിക വസ്വാസിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാനസിക രോഗം കാക്കണേ അല്ലാഹ്. ശാരീരിക രോഗം കാക്കണേ അല്ലാഹ്. പടച്ചവനെ റമളാനും മറ്റുമൊക്കെയായി ഞങ്ങളെല്ലാം കടത്തിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. കടത്തിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് മക്കൾക്കും ഹൈർ നൽകണേ അല്ലാഹ്. വിദേശത്ത് പോകുന്ന ആളുകൾക്ക് യാത്രയൊക്കെ റാഹത്തായി അവിടെ പോയി നല്ല വരുമാനം നൽകി കുടുംബത്തെ പോറ്റാൻ നീ സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ മക്കളൊക്കെ പരീക്ഷാ മുഖത്ത് നിൽക്കുകയാണ്. ഹൈറായ വിജയം നൽകണേ അല്ലാഹ്. പഠിക്കുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പല പരീക്ഷകളും എഴുതി അതിൽ പാസ്സായി ജോലിക്ക് കാത്തു നിൽക്കുന്ന നല്ല നല്ല ചെറുപ്പക്കാരികൾ ഹൈറായ വഴികൾ തുറക്കണേ അല്ലാഹ്. ഹൈറായ വഴികൾ തുറക്കണേ അല്ലാഹ്. ഒരു പരീക്ഷയിലും പരീക്ഷണത്തിലും നീ പരാജയം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ കച്ചവടക്കാരൊക്കെ വല്ലാതെ സങ്കടം പറയുന്നുണ്ട്. വർക്കത്തുള്ള കച്ചവടം നൽകണേ അല്ലാഹ്. വർക്കത്തുള്ള ബിസിനസ് നൽകണേ അല്ലാഹ്. കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വരുമാനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വീട്ടിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റിസ്ഖിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഹൈറായതൊക്കെ നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ശർറായതിൽ നിങ്ങൾ കാക്കണേ അല്ലാഹ്. പടച്ചവനെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അർഹമുർ-റഹീമേ, ഈ കോഴിക്കോടിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഖുർആൻ പഠന ക്ലാസ് പരിശുദ്ധ റമദാനോടുകൂടെ ഇന്ന് നിർത്തുമ്പോൾ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഇതിൽ ഏതെല്ലാം ക്ലാസുകളിൽ ആരെല്ലാം സംബന്ധിച്ചോ നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. റമദാന് ശേഷം തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് നീ ഹൈറായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഹൈറായ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമേ, ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള മക്കളുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ ഞങ്ങൾ പോറ്റി വളർത്തുന്ന മക്കളുണ്ട്. മക്കളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് മക്കൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവരുള്ള മക്കളാക്കണേ അല്ലാഹ്. അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമേ, ഭാര്യഭർത്തൃ ജീവിതം നീ സന്തോഷത്തിലും ഐശ്വര്യത്തിലും ആക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കൾക്കൊക്കെ വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ലാഹ്. ഇണകൾ എടുത്തതിനെല്ലാം ഖൈർ നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, പരിശുദ്ധ ശഅബാൻ ഞങ്ങളിതാ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു. ഒരു നോമ്പും ഒരു തറാവീഹും നഷ്ടപ്പെടുത്താത്ത ജീവിതം നൽകണേ അല്ലാഹ്. ഈ റമദാൻ ശരീഫിൽ ഞങ്ങൾക്ക് നീ ഹൈറായതൊക്കെ ഇരട്ടിയാക്കി തരണേ അല്ലാഹ്. വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. പല മുറാദുകളും ഞങ്ങളൊക്കെ മനസ്സിലുണ്ട്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഹൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞാൻ ഈ കോഴിക്കോട് വന്ന് ഈ ക്ലാസ് തുടങ്ങിയത് മുതൽക്ക് ഇവിടുത്തെ പല വീടുകളിലും എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അല്ലാഹ്, എത്ര നല്ല ഭക്ഷണമാണ് ഓരോ വീട്ടിലെ സഹോദരിമാരും ഉണ്ടാക്കി തന്നത്. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ. അർഹമായ പ്രതിഫലം നൽകണേ. ഓരോ ക്ലാസ്സിനും ഓരോ വീടുകളിൽ ഭക്ഷണത്തിന് പോകുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഉമ്മമാർ, അതിന് സഹായിക്കുന്ന വീട്ടുകാർ നീ ഹൈർ നൽകണേ അല്ലാഹ്. അവരൊക്കെ തന്ന ഭക്ഷണത്തിന് നന്ദിയായി ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, താമസിക്കാൻ യോജിച്ച വീട് എല്ലാവർക്കും നീ എളുപ്പമാക്കണേ അല്ലാഹ്. വീടുള്ളവരെ വീട്ടിലൊക്കെ നീ ബർക്കത്ത് നൽകണേ. റഹ്മത്തിന്റെ മലക്കൾ വരുന്ന വീടാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആകെ ഭൂമിയിലുള്ള ഒരു സമ്പാദ്യം ഭാര്യ മക്കളെ കൂട്ടി താമസിക്കാൻ നല്ലൊരു വീടാണ്. ഞങ്ങളോടൊക്കെ യോജിച്ച വീട് ഞങ്ങൾക്ക് നൽകണേ. വീടിന്റെ പണികളൊക്കെ കടബാധ്യതയില്ലാതെ എളുപ്പമാക്കണേ. പടച്ചവനെ, ഖൈറായതിന്റെ തൗഫീഖ് നൽകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على